വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം. പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കഴിഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഇവിടെ വായിച്ച ഈ ഭാഗം വായിച്ചത് ഇങ്ങനെയാണ്: പുസ്തകം വാങ്ങുവാനും വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഇത് ഭാവിയിൽ ഒരു ദിവസം അക്ഷരാർത്ഥത്തിൽ നടക്കാനുള്ള സംഭവത്തിൻ്റെ ഒരു ഭാഗമാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ യോഹന്നാൻ അപ്പോസ്തലന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ക്രിസ്തുയേശു വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെയുള്ള ആ സംഭവങ്ങളിൽ അതിപ്രധാനമായ ഒരു ദർശനമാണ് 4-ഉം 5-ഉം അധ്യായങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന് ബാക്കിയുള്ള എല്ലാ അധ്യായങ്ങളുടെയും കേന്ദ്രഭാഗം, അതിൻ്റെ പശ്ചാത്തലം ഈ 2 അധ്യായങ്ങളാണ്. അത് ഭാവിയിൽ ഒരിക്കൽ സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. അതിന് പ്രത്യേക പശ്ചാത്തലത്തിലാണ് നമ്മൾ വായിച്ച ഈ വാക്യം കാണുന്നത്. ഭാവിയെല്ലാം ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു വലിയ വേദി, ഒരു സ്റ്റേജ് സ്വർഗത്തിൽ സ്ഥാപിക്കപ്പെടും ഇനിയൊരു ദിവസം. അങ്ങനെ വലിയ സ്റ്റേജിൽ കുറേ വലിയ ആളുകൾ, കുറേ VIPs, അങ്ങനല്ലേ സ്റ്റേജിലൊക്കെ കുറേ പ്രസിദ്ധരായ ആളുകൾ, അല്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ ചുമതലപ്പെട്ട ഉന്നതരായ ആളുകൾ, അങ്ങനെയല്ലേ സാധാരണ സ്റ്റേജിലൊക്കെ ഇരിക്കുന്നത്. ഇത് ഭാവിയുടെയും വലിയ ഉദ്ഘാടനം നടക്കാൻ പോവാണ്. അങ്ങനെ വലിയ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ആ സ്റ്റേജിൽ കുറേ വലിയ ആളുകൾ ഇരിപ്പുണ്ട്. അതിന് പ്രത്യേക കാര്യത്തിന് വേണ്ടി വിളിച്ചു ചേർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ ഭാവിയുടെയും ഒരു ഉദ്ഘാടനമാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം 5-ാം അധ്യായത്തിൽ തുടക്കം മുതൽ പറയുന്നു. അതെല്ലാം പറയുകയല്ല ഇന്ന് രാത്രി എനിക്കുള്ള ദൂത് അതിനകത്തൊരു ഞാൻ വായിച്ച വാക്യത്തിലെ ഒരു കാര്യമാണ്. എങ്കിലും അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞെങ്കിലേ ആളുകൾക്ക് അതൊന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വലിയൊരു സ്റ്റേജ് സെറ്റപ്പ് ചെയ്ത് സ്വർഗത്തിലാണ് കാഴ്ച കാണുന്നത്, ഭാവിയിൽ സംഭവിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സ്റ്റേജിൽ ഒരു അധ്യക്ഷൻ ഇരിപ്പുണ്ട്. ആ അധ്യക്ഷൻ പിതാവായ ദൈവമാണ്.
ആ സ്റ്റേജിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനെ ഒരു രൂപത്തിൽ അവിടെ കാണുന്നുണ്ട്. ആത്മാവിനെ സാധാരണ കാണാൻ പറ്റില്ല, ആത്മാവിനെ അനുഭവിക്കാനേ പറ്റുള്ളൂ. എന്നാലും ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് അവിടെ വന്നു എന്ന് അറിയാൻ വേണ്ടി പ്രത്യക്ഷതകൾ നൽകിയിട്ടുണ്ട്. യേശുക്രിസ്തു സ്നാനമേറ്റപ്പോൾ പ്രാവുന്ന പോലെ യേശുവിൻ്റെ മേൽ ആത്മാവ് വന്നിറങ്ങി. ആത്മാവിറങ്ങിയെന്ന് പൊതുജനത്തിന് ബോധ്യമാകാൻ വേണ്ടി അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം പറയുന്ന പെന്തിക്കോസ്ത് ദിവസം മനുഷ്യരുടെ മേൽ ആത്മാവിനെ പകരാൻ വേണ്ടി ദൈവം പ്രത്യേകം വേർതിരിച്ചൊരു ദിവസമായിരുന്നു അത്. ആ ദിവസം അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ, ഒരു തീ ഇറങ്ങി വന്നു. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. നമ്മൾ വായിക്കുന്നത് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരും, അവർ 120 പേരാണ്. ആ 120 പേരും ആത്മാവിൽ നിറഞ്ഞു. അപ്പം ആ വന്ന ആ കാഴ്ച ആളുകൾ കണ്ടു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അഗ്നിജ്വാല, ഇവിടെ ദീപങ്ങൾ. ദൈവത്തിൻ്റെ, തെളിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവായ വേദിയിലുണ്ട്. പിന്നെ കുറെ ദൂതന്മാരുടെ ടോപ്പ്, അതിൻ്റെ തലവന്മാർ, ദൂതന്മാർ ദൈവസന്നിധിയിൽ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നവരാണ്. ഭാവിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ നടപ്പാക്കുന്നത് ദൂതന്മാരാണ്. ദൈവത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ, അഖിലാണ്ട ഭരണ സംവിധാനത്തിൽ ദൂതന്മാർക്ക് വലിയ പ്രാധാന്യവും വളരെ പ്രധാനപ്പെട്ട ജോലികളുമുണ്ട്. അവർ ദൈവത്തിൻ്റെ സേനയാണ്. അപ്പം അങ്ങനെ അവരവിടെ ഉണ്ട്. ഒരു 24 പ്രധാനികളെ അവിടെ കാണാം. മൂപ്പന്മാർ എന്നാണ് പറയുന്നത്. എൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. അവര് ഒരു 24 സിംഹാസനങ്ങളിൽ, ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട സിംഹാസനത്തിന് ചുറ്റും വേറെ ഒരു 24 സിംഹാസനങ്ങളിൽ അങ്ങനെ കുറേ പ്രധാനികൾ അവിടെ ഇരിപ്പുണ്ട്. 24 മൂപ്പന്മാർ. അങ്ങനെ ഇവരെല്ലാം ഉള്ള ഒരു വേദിയിൽ ഒരു ചോദ്യം ഉയരുന്നു. അധ്യക്ഷൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഇരിക്കുന്നു. ആർക്കോ സമ്മാനം കൊടുക്കാൻ വേണ്ടി നല്ല പോലെ പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്ന ഇന്നത്തെ മോഡേൺ ഭാഷയ്ക്കാനങ്ങ് പറയുകയാണ്. കണ്ടിട്ടില്ലേ, നല്ല ഗിഫ്റ്റ് പാക്കൊക്കെ ചെയ്ത് കെട്ടൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു പറഞ്ഞ് എന്ന് പറയുന്ന പോലെ ഒരു 7 കെട്ടുണ്ട് ഇതിന്. അപ്പം അങ്ങനൊരു 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം, 7 കെട്ടൊക്കെ കെട്ടി നല്ലൊരു ഗിഫ്റ്റ് റാപ്പൊക്കെ ഇട്ട് ഒരു പുസ്തകം അധ്യക്ഷൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം അവിടെ നിന്ന് ഉയരുന്നു. ചോദിച്ചത് ഇതാണ്: ഈ പുസ്തകം വാങ്ങാനും ഈ പുസ്തകത്തിൻ്റെ 7 മുദ്ര കൊണ്ട് മുദ്രയിട്ടിരിക്കുകയാണല്ലോ, അത് പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്നൊരു ചോദ്യം സ്വർഗത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. മേലാൽ സംഭവിപ്പാനുള്ളത് നടന്നതായി കാണിക്കുകയാണ് ദർശനത്തിൽ. ഇതതുപോലെ സംഭവിക്കും ഒരു ദിവസം. അപ്പം സ്വർഗത്തിൽ നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്: ഈ പുസ്തകം വാങ്ങാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ? താഴോട്ട് വായിക്കുന്നത് ഈ ചോദ്യം എല്ലായിടത്തും കേട്ടു. ശക്തിയുള്ളൊരു ദൂതനാണ് വിളിച്ചു ചോദിക്കുന്നത്. ദൂതന്മാരുടെ ശബ്ദം ഭയങ്കര ശബ്ദമാണ്. സ്വർഗം മുഴുവൻ ഈ ശബ്ദം കേട്ടു. സ്വർഗം മാത്രമല്ല, ഭൂമി മൊത്തം കേട്ടു. അഖിലാണ്ടത്തിലെ സകല മനുഷ്യരും, കൂടിയവരും കുറഞ്ഞവരും വലിയവരും ചെറിയവരും എല്ലാവരും കേട്ടു. കൂടാതെ പാതാളത്തിലും ഈ ശബ്ദം കേട്ടു. പാതാളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പാതാളം എന്ന സ്ഥലം പുസ്തകത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ
മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലമാണ് പാതാളം. എന്ന് മാത്രമല്ല, അത് പിശാചിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. അങ്ങനെയാണ് മത്തായി 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വായിക്കുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പിശാചിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെയാണ്. അയാളിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, എങ്കിലും ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെയാണ്. അവിടെ ഒത്തിരി ആളുകളും അവിടെ ഇട്ടിട്ടുണ്ട്. ദൈവം തന്നെ അവരെ കുറേ പേരെ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ള ഈ പാതാളം, ഈ പാതാളത്തിലും ഈ ശബ്ദം മുഴങ്ങി കേട്ടു, എല്ലായിടത്തും കേട്ടു. പക്ഷെ ഉത്തരം പറയാൻ ഒരാളും വന്നില്ല. സ്വർഗത്തിലും ഒരാൾ ഉത്തരം പറഞ്ഞില്ല. ഭൂമിയിൽ വലിയ വലിയ ആളുകളുള്ളവരാണ്. ഭൂമിയിലെ മനുഷ്യർ എന്തോന്നെല്ലാം ഉയർച്ച പറയുന്നവരാണ്, വലിപ്പം പറയുന്നവരാണ്. ഭൂമിയിൽ തങ്ങൾ ദൈവങ്ങളാണെന്ന് അവകാശപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ എല്ലാ തരമുള്ള ആളുകളുണ്ടെങ്കിലും സ്വർഗത്തിൽ നിന്ന് ചോദിച്ച ഈ ചോദ്യത്തിന് ഉത്തരം ഭൂമിയിൽ ഒറ്റ ഒരാളും പറഞ്ഞില്ല. പിശാച് വലിയ വീമ്പിളക്കുന്ന ആളാണ്. വലിയ വലിയ അധികാരവും ശക്തിയും ഒക്കെ പ്രദർശിപ്പിച്ച് വീമ്പിളക്കും. മനുഷ്യർക്ക് വന്ന് എന്തെന്നെല്ലാമാണ് പറയുന്നത്. യേശുവിൻ്റെക്ക് വന്ന് പറഞ്ഞു, ലോകവും ഇതിൻ്റെ മഹത്വം എല്ലാം എൻ്റെ കയ്യിലാണ്, സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുകയാണ്, എൻ്റെ കയ്യിലാണ്, എനിക്ക് ഇഷ്ടമുള്ളവന് ഞാനത് കൊടുക്കും. മനുഷ്യർക്ക് വന്ന് ഭീതിപ്പെടുത്താറുണ്ട്, ഭീഷണിപ്പെടുത്താറുണ്ട്. പലരും സ്വപ്നത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവാം. അക്ഷരാർത്ഥത്തിൽ സംഭവിച്ച സംഭവങ്ങളും ഉണ്ട്. വലിയ വലിയ ശക്തിയും അധികാരവും പ്രഖ്യാപിക്കും ചില സന്ദർഭങ്ങളിൽ. പ്രത്യേകിച്ച് ആത്മമണ്ഡലം അറിയാവുന്ന ആളുകൾക്ക്. ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്ന, അതിൽ പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ ഉണ്ട്. എല്ലാവർക്കും ആ മണ്ഡലം അത്ര പിടികാണുകയില്ല. അങ്ങനത്തെ മണ്ഡലമുണ്ട്. ഈ മണ്ഡലം പോലെ സത്യമാണ് ആത്മമണ്ഡലം. ആ ആത്മമണ്ഡലത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആളുകൾക്കറിയാം. പക്ഷേ അവിടെയും പിശാചാകട്ടെ അവൻ്റെ അണികളാകട്ടെ ഒറ്റ ഒരാൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം ഇത് വാങ്ങാൻ പറ്റിയ യോഗ്യരായ ഒരാൾ 3 ലോകങ്ങളിലും ഇല്ല. അങ്ങനെ എല്ലാവരും മൗനം പാലിച്ചപ്പോൾ യോഹന്നാൻ ദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു നമ്മൾ കാണുന്ന സ്വപ്നം പോലെയുള്ളൊരു കാര്യമല്ല ഇത്. അതിനേക്കാളൊക്കെ വളരെ കൂടിയ തരത്തിലുള്ള ദർശനമാണ്. നമ്മൾ വായിക്കുന്നത്, ഉടനെ ഞാൻ ആത്മവിവശനായി, അങ്ങനെയാണ് 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അപ്പം ശരിയായ തരത്തിൽ ബോധപൂർവം, ഉറക്കത്തിലല്ല, ബോധപൂർവം, പക്ഷെ ഭൗമ കാഴ്ചകളല്ല കാണുന്നത്, സ്വർഗ കാഴ്ചകൾ കാണുകയാണ്. അപ്പം ആ കാണുന്ന കാഴ്ചയിൽ ഇത് വാങ്ങാൻ ആരുമില്ല എന്ന് കണ്ട് യോഹന്നാൻ കുറേ നേരം കരഞ്ഞു. അങ്ങനെ വായിക്കുന്നത്, ഞാൻ ഏറ്റവും കരഞ്ഞു. കാരണം വലിയ സംഭവം, വലിയ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നു, കൂടിയ VIPs ഇരിക്കുന്നു, സമ്മാനം കൊടുക്കാൻ സമ്മാനം കയ്യിലിരിക്കുന്നു. പക്ഷെ ഇത് വാങ്ങാൻ ആളില്ല, എന്തോ വലിയ സംഭവമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ആരെയും കാണായികയാൽ ഏറ്റവും കരഞ്ഞു. കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 24 മൂപ്പന്മാർ അവിടെ ഇരിപ്പുണ്ടെന്ന്. അവർ വലിയ ആളുകൾ, വളരെ കൂടിയ ആളുകളാണ്. അവരിൽ ഒരാൾ വിളിച്ചു പറയുകയാണ്, കരയണ്ട, കരച്ചിൽ നിർത്തൂ. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ആ പ്രയോഗം ഒന്നുകൂടെ പറയുന്നു. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ ഈ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. എന്താണെന്നോ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം? ഞാൻ അന്നത്തെ അവരുടെ ഭാഷയിൽ പറയണം. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, യഹൂദ ജനത്തോടാണ് ആദ്യം സുവിശേഷം പറഞ്ഞതും. ആദിമസഭയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ആദ്യം യഹൂദന്മാരാണ്. പിന്നെ മറ്റ് ജാതികൾ
പൗലോസ് അപ്പോസ്തലൻ്റെയും അല്ല, മറ്റ് നേരത്തെ തന്നെ കുറച്ച് പേര് വന്നു. എങ്കിലും വ്യാപകമായി മറ്റ് ജാതികളും ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും സുവിശേഷത്തിൽ വിശ്വസിച്ച് വന്നു. എങ്കിലും പശ്ചാത്തലം ഒരു യഹൂദ പശ്ചാത്തലമായിരുന്നു. അപ്പം ആ യഹൂദ പശ്ചാത്തലത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് അവരോട് പറഞ്ഞപ്പോൾ ഇസ്രയേലിന് സ്വന്തമായി, അല്ലെങ്കിൽ യഹൂദയ്ക്ക് സ്വന്തമായി ദൈവം ഒരു രാജ്യം കൊടുത്തിരുന്നു. അവരുടെ തന്നെ രാജ്യം, അവർ ഭരിച്ചിരുന്ന രാജ്യം. അങ്ങനെ ഭൂപ്രദേശം ഉണ്ടായിരുന്നു, അതിന് അവരുടെ ഭരണമുണ്ടായിരുന്നു. വേറെ ജാതികളാരും അതിനകത്ത് ഭരണമില്ലാതെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഈ പറയുന്ന സമയത്ത് അത് അവരുടെ പക്കലില്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അങ്ങനെ അവരെ ഭരിച്ച അവർക്ക് 12 ഗോത്രങ്ങളായിരുന്നു. യാക്കോബിൻ്റെ മക്കൾ 12 പേര്, അവരെയാണ് ഇസ്രായേൽ എന്നറിയപ്പെട്ടിരുന്നത്. അതിൽ ഭരിക്കാൻ ദൈവം ഏൽപ്പിച്ചത്, ദൈവം തിരഞ്ഞെടുത്തത് യഹൂദ എന്ന ഗോത്രത്തെയാണ്. അതിൽ നിന്നാണ് ദാവീദും മറ്റും വന്നത്. അപ്പം ആ ഗോത്രം, യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് പറഞ്ഞപ്പോൾ, സിംഹം മൃഗങ്ങളുടെ രാജാവാണ്. അപ്പം യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കിയത് ഇസ്രയേലിലെ ഭരണഗോത്രത്തിലെ ഏറ്റവും വലിയ രാജാവ്. അതാണ് എൻ്റെ അർത്ഥം. ഒന്നുകൂടെ പറയുന്നത്, ഇസ്രയേൽ ഗോത്ര ജനത്തിലെ ഭരണഗോത്രമായ യഹൂദ ഗോത്രത്തിലെ ഏറ്റവും വലിയ രാജാവ് ഇതിന് ജയം പ്രാപിച്ചിരിക്കുന്നു. യഹൂദ ഗോത്രത്തിലെ സിംഹവും അടുത്ത് പറയുന്നത് ദാവീദിൻ്റെ വേരുമായവൻ. ദാവീദിൻ്റെ വേരുമായവൻ എന്ന് പറയുമ്പോൾ ദാവീദ് യഹൂദന്മാരുടെ രാജാക്കന്മാരിൽ ഏറ്റവും മഹത്വമുള്ള രാജാവായിരുന്നു. വലിയ ശക്തനായ രാജാവായിരുന്നു. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജാവായിരുന്നു. ദൈവം അദ്ദേഹത്തെ വിളിക്കുന്നത് അവിടുത്തെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭരണം, അദ്ദേഹത്തിൻ്റെ ജീവിതം, ഇത് ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. തെറ്റില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹം ചില തെറ്റുകൾ ചെയ്തു. എന്നിരിക്കലും ചില പ്രത്യേക കാരണത്താൽ, അതെന്താ ഞാൻ പിന്നെ പറയാം, ഇദ്ദേഹത്തിൻ്റെ ഭരണം ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ദൈവം ദാവീദിനോട് പറഞ്ഞു, നിനക്ക് എല്ലാ കാലത്തും നിന്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു സന്തതി ഉണ്ടാവും. നിങ്ങളുടെ പക്കൽ നിന്ന് ഈ ഭരണം പോവില്ല, ആധിപത്യം പോവില്ല. അങ്ങനെ ഒരു നിത്യരാജ്യം നിനക്ക് തരാം എന്ന് ഈ മനുഷ്യൻ നിമിത്തം, അദ്ദേഹത്തിൻ്റെ ജീവിത നിമിത്തം, ദൈവം ഭാഗയുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക സ്വഭാവങ്ങൾ നിമിത്തം ദൈവം വാഗ്ദത്തം ചെയ്തു. അങ്ങനെ ഒന്നുകൂടെ പറയുന്നത്, യഹൂദന്മാരുടെ കൂട്ടത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും മഹത്വമുള്ളവനായിരുന്നു ദാവീദ് രാജാവ്. അതിൻ്റെ ദാവീദിൻ്റെ വേരുമായവൻ എന്ന് പറഞ്ഞാൽ, ഒരു ചെടിക്ക് വേരാണ് താഴോട്ടിറങ്ങുന്നത്, വേരിൽ നിന്നാണ് ചെടി വരുന്നത്. ദാവീദിൻ്റെ വേരുമായവൻ എന്ന് പറഞ്ഞാൽ ആ ദാവീദ് എന്ന മഹത്വമുള്ള രാജാവിന് കാരണക്കാരനായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തെളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നുവെന്ന് 22-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ തെളിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശു എന്ന ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമാണ്. അപ്പം അങ്ങനെ വലിയ ആൾ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു സ്വർഗത്തെ. അപ്പം ആ ആളെ കാണാൻ വേണ്ടി യോഹന്നാൻ വാഞ്ചയോടെ നോക്കിയപ്പോൾ കണ്ട കാര്യം നമ്മളതിൻ്റെ 6-ാം വാക്യം വായിക്കും. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. നേരത്തെ പറഞ്ഞതുമായിട്ട് ഒരു പൊരുത്തമില്ല. സിംഹത്തെ കാണാനാണ് നോക്കിയത്. സിംഹത്തെ കാണാൻ നോക്കിയപ്പോൾ കുഞ്ഞാട് അതും അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. എന്നാലും ആ കുഞ്ഞാടിനെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിക്കോളൂ. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന
7 ദൈവാത്മാക്കളായ 7 കണ്ണുണ്ട്. മൃഗത്തിന് കൊമ്പ് അതിൻ്റെ ശക്തിയാണ്. സാധാരണ ജന്തുക്കൾക്ക് 2 കൊമ്പാണ്, ഇതിന് 7 കൊമ്പ്. വേദശാസ്ത്ര കണക്കനുസരിച്ച് 7 ദൈവിക പൂർണ്ണതയാണെന്നാണ്. അപ്പം അവിടുത്തെ സർവശക്തിയുടെ ലക്ഷണമാണ് ഇത്. കുഞ്ഞാട് അറുക്കപ്പെട്ടതായി നിൽക്കുമ്പോഴും അവിടുന്ന് സർവശക്തിയുള്ളവനാണ്. സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രയോഗം തന്നെ എൻ്റെ അർത്ഥം വ്യക്തമാവും. നമുക്ക് 2 കണ്ണാണ്, അത് മുമ്പിലാണ്, അതുകൊണ്ട് മുമ്പോട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഇത് 7 കണ്ണ് സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന ദൈവാത്മാക്കളായ 7 കണ്ണും എന്ന് പറയുമ്പോൾ അവിടുത്തെ സർവജ്ഞാനത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ സർവജ്ഞാനിയുമാണ് ഈ കുഞ്ഞാട്. അങ്ങനെ ഈ കുഞ്ഞാടിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വന്ന് അധ്യക്ഷൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം വാങ്ങി. വേറെ ആർക്കും വാങ്ങാൻ പറ്റാഞ്ഞ പുസ്തകം, അർഹരായി വേറെ ആരുമില്ല, ഈ ഒരാളിന് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ. അപ്പം ആ ആൾ വന്നപ്പോൾ പുസ്തകം കൊടുത്തു. പുസ്തകം വാങ്ങിക്കഴിഞ്ഞപ്പോൾ പാടുന്ന ഒരു പാട്ടാണ് ഇവിടെ വായിച്ചത്. 8-ാം വാക്യം, വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻ കലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. വീണിട്ട് ഒരു പാട്ട് പാടുന്നു. ആ പാട്ടാണിത് മുമ്പ് വായിച്ചത്. പുസ്തകം വാങ്ങാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. ചോദ്യം അതായിരുന്നല്ലോ, യോഗ്യൻ ആരുള്ളൂ? പാടുന്ന പാട്ട് നീ യോഗ്യൻ. ആര് യോഗ്യൻ? നീ അറുക്കപ്പെട്ടു. ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. അതാണ് ഇന്ന് രാത്രി എനിക്ക് വിശദീകരിക്കാനുള്ളത്. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. എൻ്റെ ഈ പ്രസംഗം ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വല്പം വ്യത്യസ്തമായ ഭാഷ ഉപയോഗിച്ചത്. നാട്ടുകാർക്ക് കൊണ്ട് മനസ്സിലാക്കാനുള്ള ഭാഷയായതുകൊണ്ടാണ് ഇങ്ങനെ വിശദമായി ചില കാര്യങ്ങൾ പറയുന്നത്. എന്താണ് ഈ പറയുന്ന ഈ പ്രയോഗം? സാധാരണയുള്ള ഭാഷയല്ലിത്. ഇത് വേദപുസ്തകത്തിലെ ചില പ്രത്യേക അലങ്കാര പ്രയോഗങ്ങളാണ്. ഒന്നുകൂടെ പറയുന്നു, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. യേശുക്രിസ്തു ലോകത്തിൽ പരസ്യ ശുശ്രൂഷയ്ക്ക് വന്ന ആദ്യ സമയം, ആദ്യം പരസ്യമായി രംഗത്ത് വരികയാണ്. യേശു ബാല്യത്തിൽ തന്നെ വലിയ ദൈവവചന ജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നു. പള്ളിയിൽ പോയി പണ്ഡിതന്മാരോട് സംസാരിച്ചു, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഭയങ്കര ജ്ഞാനം, ഈ പയ്യന് ഭയങ്കര ജ്ഞാനമെല്ലാം എവിടുന്ന് എന്ന് മത അധ്യക്ഷന്മാർ അന്തം വിട്ടുപോയി. അങ്ങനെ വലിയ ജ്ഞാനമെല്ലാം ബാല്യത്തിലെ പ്രകടമാക്കിയിരുന്നെങ്കിലും ശുശ്രൂഷയ്ക്ക് പോകാൻ 30 വയസ്സ് വരെ കാത്തിരുന്നു. ആ 30 വയസ്സ് ആയപ്പോൾ ശുശ്രൂഷയ്ക്ക് പോയി. ശുശ്രൂഷയ്ക്ക് പോകുന്ന തുടക്കം ആദ്യമായി വന്ന് യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുകയായിരുന്നു. ആദ്യത്തെ നടപടി യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. യോഹന്നാൻ്റെ അടുക്കൽ വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അതിന് മുമ്പേ വിളിച്ച് പറഞ്ഞു, ദേ എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു, അവൻ എന്നെക്കാൾ വളരെ കൂടിയവനാണ്, അവൻ്റെ ചെരുപ്പ് അഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. അത്രയ്ക്ക് കൂടിയ ഒരാൾ ഉണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തും. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നുവെന്നേ ഉള്ളൂ. നിങ്ങൾ ഞാൻ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും
തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അങ്ങനെ ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുന്നു, വളരെ കൂടിയ ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുന്നു. ആ ആള് വന്നപ്പോ പറയാണ്, ദേ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ മനുഷ്യരുടെ ഭാഷയ്ക്ക് ഞാൻ പറയാം, അന്നത്തെ മനുഷ്യർക്ക്, പ്രത്യേകിച്ച് യഹൂദ സമുദായത്തിൽ, ബാക്കിയുള്ളവരുടെ സമുദായത്തിന്റെ വകുപ്പിൽ ഞാൻ പറയാം, അവർക്ക് ആണ്ടിലൊരിക്കൽ ഒരു വലിയ പെരുന്നാളുണ്ടായിരുന്നു. വലിയ പെരുന്നാൾ. ആ പെരുന്നാളിൻ്റെ പേര് പാപപരിഹാര പെരുന്നാൾ എന്നാണ്. ഇച്ചിരൂടെ കൂട്ടി പറയണം, മഹാപാപപരിഹാര പെരുന്നാൾ. വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് വായിക്കാൻ താല്പര്യമുള്ള ലേവ്യ പുസ്തകം 16-ാം അധ്യായം വായിച്ചു നോക്കണം. ആ ദിവസത്തെക്കുറിച്ചുള്ള വിശദീകരണം അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ ജനത്തിൻ്റെ ഒരാണ്ടത്തെ തെറ്റിനും പാപത്തിനും പരിഹാരം വരുത്തുന്ന ദിവസമാണ്. ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് മനുഷ്യൻ പാപം ചെയ്താൽ അതിന് പകരം ഒരു യാഗം അർപ്പിക്കണം. അതാണ് ദൈവത്തിൻ്റെ നിയമം. ആ ദൈവിക നിയമം അതിൻ്റെ തരത്തിലാണെങ്കിലും അല്ലെങ്കിലും ബാക്കി ജാതികളും അതനുഷ്ഠിക്കുന്നു. ബാക്കി മതങ്ങളിലും യാഗങ്ങളുണ്ട്. പലപ്പോഴും ആളുകൾ എന്തിനാണ് യാഗം എന്നത് തിരിച്ചറിയുന്നില്ല. യാഗം ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷെ യാഗം എന്നതിൻ്റെ അർത്ഥം ഈ പുസ്തകം പറയുന്നുണ്ട്. ഈ ആണ്ടിലൊരിക്കൽ അർപ്പിക്കുന്ന ഈ ഒരു യാഗം, അതൊരാടിനെ അറുത്താണ് യാഗം കഴിക്കുന്നത്. അവർക്ക് ദൈവം ഇരിക്കുന്നൊരു സ്ഥലമുണ്ടായിരുന്നു, ദൈവാലയം എന്ന് വിളിക്കുന്നൊരു സ്ഥലം. അതിൽ ഒരു മുറിയിൽ അക്ഷരാർത്ഥത്തിൽ ദൈവം താമസിച്ചിരുന്നു. ആൾ രൂപത്തിലല്ല, അവിടെ ഒരു പ്രതിമ വച്ചിട്ടില്ല, ഒരു രൂപവും അവിടെ ഇല്ല. പക്ഷേ മനുഷ്യന് കാണത്തക്കവണ്ണം ഒരു ഭയങ്കര തേജസ് മേലിൽ നിന്നിറങ്ങി വരും. ഒരഗ്നി രാത്രിയിൽ പകലാകുമ്പോൾ ഒരു മേഘം ആ കൃത്യം ആ മുറിയുടെ മുകളിൽ വന്നിറങ്ങും, സ്ഥിരം, എല്ലാ ദിവസവും. ആർക്കും കാണാം എന്ന് മാത്രമല്ല, ആ മുറിക്കകത്ത് ദൈവസാന്നിധ്യം അതിഭയങ്കരമാണ്. അവിടെ ആരും കയറിക്കൂടാ. ആ ദൈവസാന്നിധ്യത്തിൽ ആരെങ്കിലും ഒരുത്തൻ കയറിയാൽ മരിച്ചു പോകും. ശരീരത്തിന് താങ്ങാൻ മേലാത്ത ദൈവസാന്നിധ്യം. അഖിലാണ്ടത്തിൽ ഒരുത്തന്റെ ശരീരത്തിനും അത് താങ്ങാൻ പറ്റില്ല. അത്ര ഭയങ്കര മഹത്വം, അത്ര വലിയ പ്രഭ. അല്ല, സൂര്യൻ കുറെ ഒന്ന് അടുത്തു വന്നു എന്ന് ചിന്തിക്കൂ. ദൂരെ നിൽക്കുന്ന സൂര്യനെ പോലും ഒരു മിനിറ്റ് നേരം നോക്കാൻ കഴിവുള്ള മനുഷ്യർ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? നോക്കിയാൽ നിങ്ങളുടെ കണ്ണ് പൊട്ടിപ്പോവും. ഇത്ര ദൂരെ നിൽക്കുന്ന സൂര്യൻ, അത് സമീപം വന്നാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ മുഴുവൻ നിർമ്മാതാവായ ദൈവം, സകല വെളിച്ചങ്ങളുടെയും ഉടമസ്ഥനായ ദൈവം, ഭയങ്കര മഹത്വത്തോടെ, എങ്കിലും ആ തേജസ് എല്ലാം കൊണ്ട് വരുന്നില്ല. എന്നാൽ ആ പ്രത്യക്ഷതയുടെ അടുത്ത് ചെന്നു പോയാൽ, ഈവൻ അവരുടെ മഹാപുരോഹിതൻ ചെന്നാൽ പോലും മരിച്ചു പോകും. അതിനൊരു കൃത്യ ദിവസമേ ചെല്ലാവൂ, വേറൊരു സമയത്ത് ചെന്നൂടാ. ചെല്ലുന്നത് തന്നെ നിങ്ങൾ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചു നോക്കിയാൽ ആ മുറി മുഴുവനും ധൂപവർഗത്തിന്റെ പുക കൊണ്ട് നിറയ്ക്കണം. ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ആളുകൾ ധൂപം കാട്ടാറില്ലേ? ധൂപക്കുറ്റി എന്ന് കേട്ടിട്ടില്ലേ? കൊണ്ടുപോയി കുന്തിരക്കം ഇട്ട് പുകയ്ക്കാറില്ലേ? ഇത് കുന്തിരക്കമൊന്നും ആയിരുന്നില്ല, ഇതിന് പ്രത്യേകം ഉണ്ടാക്കിയ ധൂപവർഗമുണ്ട്. അതിന് ദൈവം നിയമിച്ച പ്രത്യേക ധൂപവർഗമുണ്ട്, അത് തന്നെ ഇടണം. അതിട്ട് അതിൻ്റെ പുക ഈ മുറി മുഴുവൻ അടിച്ചു കയറ്റി യാതൊന്നും കാണാൻ മേലാതെ വണ്ണം അതിനകം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞിട്ടേ ഈ മനുഷ്യനവിടെ പോകാവൂ. അല്ലെങ്കിൽ ആ തേജസ് കണ്ടാൽ അദ്ദേഹം പോലും മരിച്ചു പോകും. അവിടെ പോകാനുള്ള ഒറ്റ ദിവസം ഇപ്പറയുന്ന പാപപരിഹാര ദിവസമാണ്. ആ ഒരു ദിവസം മാത്രമാണ് യാഗരക്തം ദൈവത്തിരിക്കുന്ന മുറിയിൽ കൊണ്ടുചെല്ലുന്നത്. ബാക്കി ദിവസവും കഴിക്കുന്ന യാഗങ്ങളുണ്ട്, പക്ഷെ അവയുടെ രക്തം ദൈവം ഇരിക്കുന്ന മുറിയിൽ കൊണ്ടുചെല്ലില്ല. അത് പുറത്ത് പ്രാകാരത്തിൽ
യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയല്ലാതെ അത് ദൈവത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരില്ല. ഈ ഒരു ദിവസത്തെ രക്തം അവിടെ കൊണ്ടുവരും. ഇനിയും യാഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ ഒന്ന് പറഞ്ഞാൽ, ഈ ദൈവവചനത്തിൻ്റെ തത്വം പറയുന്നു. അത് തന്നെയാണ് ലോകത്തിൽ ആരും യാഗമർപ്പിക്കുന്നതിൻ്റെ അർത്ഥമായി പരിഗണിക്കേണ്ടത്, അവരറിഞ്ഞാലും ഇല്ലെങ്കിലും. എന്താണത്? തിരുവെഴുത്ത് വിളിച്ച് പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തോന്നുന്നു. അതാണ് ദൈവത്തിൻ്റെ പ്രഖ്യാപനം. ഒന്നുകൂടെ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തോന്നുന്നു. അതിൽ ജാതിയുടെ വ്യത്യാസമില്ല. യഹൂദന്മാരും പാപത്തിന്റെ കീഴിൽ, ക്രിസ്ത്യാനിയും പാപത്തിന്റെ കീഴിൽ, ഏത് ജാതിയും പാപത്തിന്റെ കീഴിൽ. എടുത്തു പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. യേശുവിന്റെ അടുക്കൽ വന്ന വലിയ വേദപണ്ഡിതൻ, മതാധ്യാപകൻ, യഹൂദ മതത്തിന്റെ നേതാവ്, വലിയ ആത്മീയമായിരുന്ന മനുഷ്യനായ നിക്കോദിമോസിനോടും യേശു വിളിച്ചു പറഞ്ഞത്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണാൻ കഴിയില്ല. നിങ്ങൾ ആരായാലും, നിങ്ങൾ മതപുരോഹിതനായാലും അധ്യക്ഷനായാലും തലവനായാലും പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ഒരുത്തർക്കും കഴിയുകയില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അന്നത്തെ മഹാപുരോഹിതനും പാപത്തിന്റെ കീഴിൽ. എബ്രായ ലേഖനം വായിച്ചു നോക്കിയാൽ തന്റെ പാപത്തിന് വേണ്ടിയും ജനത്തിന്റെ പാപത്തിന് വേണ്ടിയും സ്ഥിരമായി യാഗം കഴിക്കേണ്ടവൻ, ദൈവം പ്രത്യേകം വിശുദ്ധീകരിച്ചവനായിട്ട് കൂടി, ദൈവത്തിന്റെ മുറിയിൽ ചെല്ലാൻ അധികാരപ്പെടുത്തവനായിട്ട് കൂടി. അപ്പൊ നീതിമാൻ ആരുമില്ല, ഓർത്തും പോലുമില്ല. ബാക്കി അത് കോടതിയുടെ വിധി. സ്ഥിതി എന്താണെന്ന് കോടതി വിധിക്കുന്നു, ദൈവ കോടതി. അതിൻ്റെ കൂടെ ശിക്ഷയും കൂടെ പറയുമല്ലോ. കേട്ടിട്ടില്ലേ കേസ് വിസ്താരങ്ങൾ? ആൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ആദ്യം പ്രഖ്യാപിക്കും. ചിലപ്പോൾ അന്ന് ശിക്ഷ പറയില്ല, ശിക്ഷ ചിലപ്പോൾ പിന്നൊരു ദിവസമായിരിക്കും പറയുന്നത്. ശിക്ഷ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അതാണ് ദൈവത്തിൻ്റെ നിയമം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപം ലളിതമായി കണക്കാക്കാനുള്ളതല്ല. ഭൂമിയിൽ ആർക്കും അറിയാം, വേദപുസ്തകം പറയുന്നു എന്ന് മാത്രമല്ല, അഖിലാണ്ടത്തിലെ മനുഷ്യൻ്റെ ബോധ്യം താൻ തെറ്റുകാരനാണ്, താൻ കുറ്റക്കാരനാണ്. ദൈവത്തിൻ്റെ എനിക്ക് നേരിട്ട് കയറി ചെല്ലാനുള്ള അവകാശം തനിക്കില്ല എന്ന ബോധം സാർവലൗകികമായി മനുഷ്യൻ്റെ പക്കലുണ്ട്. അത് തന്നെ പറയുന്നത്, മനുഷ്യ നീ കുറ്റക്കാരനാണ്, നീ പാപിയാണ്. ദൈവത്തിൻ്റെ പ്രഖ്യാപനവും. അപ്പൊ പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപം ചെയ്യുന്നവനെ കൊല്ലണം. അതിൽ കുറഞ്ഞ ശിക്ഷ അതിനില്ല. ആമേൻ. ചിലരുടെ അങ്ങ് തെളിച്ചു പറഞ്ഞാൽ, എന്താണ് പാപത്തിന് ഇത്ര വലിയ കുറ്റം, ഇത്ര ഭയങ്കര ശിക്ഷ വരാൻ കാരണം എന്താണ്? മനുഷ്യൻ വലിയ ബുദ്ധിമാനാണ്, ഭയങ്കര മിടുക്കനാണ് മനുഷ്യൻ. ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന ലോകം 25 വർഷം മുമ്പ് വന്ന് ഇവിടെ ജീവിച്ച മനുഷ്യരാരെങ്കിലും തിരിച്ചു വന്നാൽ ഇന്നത്തെ ലോകം അവർക്ക് മനസ്സിലാവുമോ? ഇന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അവർക്ക് വല്ലതും പിടികിട്ടുമോ? 50 വർഷത്തെ മുമ്പുള്ള കാര്യം പറഞ്ഞാൽ പിന്നെ പറയണ്ട. ഇത് തീർത്തും വേറൊരു ലോകം. പുരോഗമിച്ച് 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 അങ്ങ് പോവുകയാണ്. ഒരു കൊച്ചു ലോകമായി തീർന്നു ഇന്നത്തെ ലോകം. ശാസ്ത്രീയ പുരോഗതികൾ കൊണ്ട്, ഭയങ്കര നേട്ടങ്ങൾ കൊണ്ട്. മനുഷ്യൻ അങ്ങ് ചന്ദ്രനിൽ പോകണം, ചൊവ്വായി പോകണം, സകല ഗ്രഹങ്ങളെക്കുറിച്ച് അറിയണം, സൂര്യൻ എത്ര ദൂരമുണ്ടെന്ന് അളക്കണം, സൂര്യൻ എത്ര ചൂടുണ്ടെന്നറിയണം, അകത്തെത്ര ചൂടുണ്ട്, പുറത്തെത്ര ചൂടുണ്ട്, ഭൂമിയുടെ അന്തർഭാഗങ്ങളിലേക്ക് പോകണം. നിങ്ങൾ ഭൂമിയിലെ ചില മ്യൂസിയങ്ങളിൽ ചെന്ന് നോക്കണം. ഓരോ കല്ലെടുത്ത് വെച്ചിട്ട് ആ കല്ലിന് എത്ര വയസ്സുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന മ്യൂസിയങ്ങളുണ്ട് ലോകത്തിൽ. അപ്പം എന്തോന്നല്ല കാര്യം അറിയണം മനുഷ്യന്, അറിയണ്ടാത്തതൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ശാസ്ത്രം മനുഷ്യന് അറിയണം, പഠിക്കണം. ഇതല്ലേ പിള്ളേരുടെ എല്ലാം തലയിൽ അടിച്ചു കയറ്റുന്നത്. പക്ഷേ തന്നെ ആരുണ്ടാക്കിയെന്നും എന്തിനുണ്ടാക്കിയെന്നും മനുഷ്യനറിയാവോ?
അവിടെയല്ലേ മനുഷ്യജീവിതത്തിൻ്റെ അസൽ കാര്യം വരുന്നത്. ആരാണ് തൻ്റെ നിർമ്മാതാവ്? എന്തുദ്ദേശത്തിനായി തന്നെ ഉണ്ടാക്കി? ഒന്നാലോചിച്ച് നോക്കൂ. നല്ല പോലെ തിന്നാനും, കുറെ ആഡംബരപൂർവമായി വസ്ത്രം ധരിക്കാനും, കുറെ പിള്ളേരെ ജനിപ്പിച്ച് വളർത്താനും, പിന്നെ ചാവാനും. ഇങ്ങനെയാണ് മനുഷ്യജീവിതത്തിൻ്റെ ഗതിയെങ്കിൽ ആത്യന്തികമായി നിങ്ങളെന്തോ സാധിച്ചു. നിങ്ങൾ ഒത്തിരി തിന്നുകൊണ്ട് എന്തോ സാധിച്ചു? ഒരു വകയും സാധിച്ചില്ല. പണ്ട് തിന്നാനില്ല, ഒത്തിരി ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഇഷ്ടം പോലെ തിന്നാനുണ്ട്. കിട്ടിയ മെച്ചം സർവത്ര രോഗികൾ. അതല്ലേ മെച്ചം. നിങ്ങൾ എവിടോട്ടിയല്ലേ, ഏത് മനുഷ്യൻ്റെക്ക് പോയാലും സോക്കേട്. അതും നല്ല പ്രസ്റ്റീജുള്ള സോക്കേട്, അന്തസ്സുള്ള സോക്കേട്. അപ്പൊ ഈ സോക്കേടും കൊണ്ട് ഒരായുസ് ജീവിച്ചു, അവസാനിച്ചു. എന്താ നിങ്ങൾ നേടിയത്? നിങ്ങളുടെ മക്കൾക്ക് കുറെ വീടുണ്ടാക്കി കൊടുത്തിരിക്കാം, സ്വത്തുണ്ടാക്കി കൊടുത്തിരിക്കാം. ഹേയ്, അങ്ങനെയുള്ള മാതാപിതാക്കളോടും ഇന്ന് രാത്രി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുണ്ടാക്കുന്ന പൈസയുടെ അത്രയും പൈസയാണോ നിങ്ങളുടെ മക്കൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ ജോലി ചെയ്തപ്പോൾ കിട്ടിയ ശമ്പളവും നിങ്ങളുടെ മക്കളെ ഇന്ന് നല്ല പോലെ പഠിപ്പിച്ച്, കുട്ടികൾക്ക് മിടുക്കൊരു പിള്ളേർക്കൊക്കെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടുമെന്ന്, അവരുടെ ശമ്പളം തുടക്കത്തിൽ തന്നെ 1 ലക്ഷം, 1.5 ലക്ഷം ഇങ്ങനെയൊക്കെ പോവും ശമ്പളം. നിങ്ങൾ 5ഉം 10ഉം വാങ്ങിച്ചവരാവും, അത്രയും തന്നെ വാങ്ങിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ വീടും വെച്ച് കൊടുക്കാനിരുന്നാൽ, ചില രാജ്യത്തെ പിള്ളേരെ എനിക്കറിയാം, അപ്പൻ്റെ വീട് വേണ്ട, അപ്പൻ വീട് വാങ്ങിച്ചിട്ടിട്ടും അവർ അപ്പാർട്ട്മെൻറ്റിൽ പോയി താമസിക്കുന്ന പിള്ളേരുണ്ട്. കെട്ടുന്നതിന് മുമ്പ് പോയി ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് അതിനകത്തോട്ട് പോയി താമസമാകും. അവർക്ക് വീട് വെക്കാൻ കഴിയുമല്ലോ. നിങ്ങളുണ്ടാക്കി കൊടുത്ത വീട് 25 വർഷം കഴിയുമ്പം ഫാഷൻ മാറിയില്ലേ? അവർക്ക് അവരുടെ സൗകര്യത്തിന് ഒരു വീട് ഉണ്ടാക്കിക്കൂടെ? നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് എല്ലുമുറിയ പണി ചെയ്ത് സമ്പാദിച്ച് അവന് തിന്നുക പോലും ചെയ്യാതെ എല്ലാം ഉണ്ടാക്കി ഈ പിള്ളേർക്ക് വീടും ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾ എന്തോന്നാണ് ഈ സാധിക്കുന്നത്? അപ്പൊ ഇതിനു വേണ്ടിയാണോ ജീവിതം? അല്ല. ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നു, ജീവിക്കുന്ന കാലത്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്നു, എത്രയും ഫാഷനബിളായിട്ട് ജീവിക്കാമോ അത്രയും ഫാഷനബിളായിട്ട് ജീവിക്കുന്നു. ഏതെല്ലാം ഫാഷൻ വസ്ത്രം കിട്ടുമോ അത് വാങ്ങിക്കുന്നു, എന്തൊന്നെല്ലാം തീറ്റി കിട്ടുമോ അതെല്ലാം തിന്നുന്നു. ഇന്നത്തെ മനുഷ്യൻ്റെ തീറ്റി മുഴുവൻ ഒത്തിരി പേര് കടയിലാണ് തീറ്റി. വീട്ടിൽ തീറ്റി ഇല്ലാത്തൊരു കാലത്തെത്തി. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ പിള്ളേർ, പാചകം ചെയ്യാൻ അറിയാൻ മേലാത്ത കുറേ പെൺപിള്ളേർ, മക്കളെ പാചകം പഠിപ്പിച്ചിട്ടില്ലാത്ത കുറേ അമ്മമാർ, പഠിപ്പിച്ച് തലയ്ക്കകത്തോട്ട് കുറേ ശാസ്ത്രം കയറ്റി കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ കഞ്ഞി വെക്കാനും ഒരു ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയാൻ മേലാത്ത കുറേ പെൺപിള്ളേർ. പിന്നെ തീറ്റി എവിടെ? കണ്ട റെസ്റ്റോറൻറ്റുകളിൽ. റെസ്റ്റോറൻറ്റിൽ തിന്നേൻ്റെ ബാക്കി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇതെല്ലാമാണ് ഇന്നത്തെ ലോകം. ആഡംബരത്തിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. ഇങ്ങനെ ജീവിച്ച് മച്ച് ചത്ത് കഴിയുമ്പോഴാണ് അടുത്ത പണി തുടങ്ങുന്നത്. ആരുടെ പണി? വീട്ടുകാരുടെ പണി, പള്ളിക്കാരുടെ പണി, പിന്നെ മതത്തിൻ്റെ പണി. എന്താ അടുത്ത പണി? ഇയാളെ എങ്ങനെയെങ്കിലും ആത്മാവിന് നിത്യശാന്തി ഉണ്ടാക്കി കൊടുക്കണം. ഇനി ചത്ത് കഴിയുമ്പോൾ തുടങ്ങുന്ന പണിയാണ്. അതും ബാക്കിയുള്ളവർക്ക് പണി ഏൽപ്പിച്ചും വെച്ച് പോയിരിക്കുകയാണ്. ജീവിച്ചിരുന്ന കാലത്ത് അല്ലേ ഈ വലിയ മിടുക്കെന്ന് പറയുന്നത്? നല്ല പോലെ പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം, വലിയവരാക്കണം. നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ മധ്യ കേരളത്തിൽ, തലയില്ലാത്ത പിള്ളേരെ പോലും മെഡിക്കൽ ഡോക്ടറാക്കണം എന്ന് നിർബന്ധം പിടിച്ച് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ ആളുകൾ, ഈ മധ്യ കേരളത്തിലെ ആളുകൾ. അപ്പം അങ്ങനെ ഈ പിള്ളേർക്ക് മെച്ചമായി ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ബോധമുണ്ട്. അപ്പം ഇതെല്ലാം ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? ഇവിടുത്തെ ജീവിതം 7-10 ഏറെയായാൽ 80 അപൂർവം, ചിലർ 90-100 ക്രോസ് ചെയ്തിട്ടുണ്ട്, വളരെ കുറച്ച് പേര്. ബാക്കിയുള്ളവർക്ക് ഇന്നത്തെ ആഹാരവും ഇന്നത്തെ രീതിയും കൊണ്ട് കൊച്ചിലേ തന്നെ സൊക്കേടും പിടിച്ച് അങ്ങനെ ജീവിക്കുന്നൊരു ലോകം.
അപ്പം ഇങ്ങനെയുള്ള ഈ ലോകത്തിൽ ഈ ആയുസ്സിന് വേണ്ടി മാത്രം ഈ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉറങ്ങുന്നതിന് ആളുകൾക്ക് വളരെ കുറവാണിപ്പം. പണ്ടത്തെ പോലെ ആളുകൾ ഉറങ്ങാറില്ല, കുറച്ച് മണിക്കൂറേ ഉറങ്ങാറുള്ളൂ. മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ളത്ര ഉറക്കം കിട്ടാത്തൊരു കാലമാണ് ഇന്നത്തെ കാലം. അപ്പം ഇതെല്ലാം ജീവിച്ചും വെച്ച് ഇവിടെ ജീവിക്കുമ്പോഴേ അറിയാമല്ലോ ഇവിടം കൊണ്ട് കാര്യം തീരില്ല എന്ന്. അപ്പുറത്തൊരു ലോകമുണ്ടെന്നുള്ള ബോധമുണ്ടല്ലോ. നിങ്ങൾ ഈ ക്രിസ്ത്യാനികൾ പോയില്ലേ ബാക്കി കുറെ പേരുടെ ചടങ്ങുകൾക്ക്? അവിടെ നിന്ന് കേട്ടില്ലേ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാക്കണമെന്ന്? നിത്യശാന്തി വേണമെന്ന് പറയാത്തവർക്കും ഉറപ്പില്ലല്ലോ. അപ്പുറത്ത് പോയി സുരക്ഷമായൊരു സ്ഥലത്തേക്ക് പോയി എന്നുറപ്പില്ലല്ലോ. അല്ല, ഞാൻ ആ വാക്കൊന്നുകൂടെ പറഞ്ഞോട്ടെ. നിത്യശാന്തി ആത്മാവിന് വാങ്ങിക്കൊടുക്കണമെന്ന് മരിച്ചു കഴിഞ്ഞ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം ഒന്നുകൂടെ ചിന്തിക്കണം. അപ്പം നമ്മുടെ കക്ഷി ശാന്തി ഉള്ളിടത്ത് പോയിരിക്കാനുള്ള സാധ്യത ഇല്ല. ശാന്തി ഇല്ലാത്തിടത്തായിരിക്കാണ് പോയിരിക്കാനുള്ള സാധ്യത. അപ്പം തറപ്പിച്ചറിയാം, ശാന്തി ഉള്ളിടവുമുണ്ട്, ശാന്തി ഇല്ലാത്തിടവും ഉണ്ട്. ഇവിടുത്തെ ജീവിതത്തിലെ കഷ്ടത 70 വർഷം കൊണ്ട് തീരുമല്ല 80 വർഷം കൊണ്ട് തീരും. വരാനുള്ള ലോകത്തിൻ്റെ കഷ്ടത 70 കൊണ്ട് തീരില്ല, 700 കൊണ്ട് തീരില്ല, 7000 കൊണ്ട് തീരില്ല. നീണ്ട് 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 കിടക്കുന്നൊരു ലോകമുണ്ട്, നിത്യമായൊരു ലോകമുണ്ടെന്ന് മനുഷ്യനറിയാമല്ലോ. ആ ജീവിതത്തിന് വേണ്ടി കരുതാത്ത നിങ്ങളാണോ മിടുക്കൻ? നിങ്ങളാണോ ജ്ഞാനി? തന്നെ എന്തിനുണ്ടാക്കി ആരുണ്ടാക്കി എന്നറിയുന്നവനാണ് ജ്ഞാനി. അതിനാണ് നിങ്ങൾക്ക് ബുദ്ധി തന്നത്, അതിനാണ് നിങ്ങൾക്ക് ജ്ഞാനം തന്നത്. അല്ലാതെ ഇവിടെ കുറെ കാശുണ്ടാക്കി വലിയ പുള്ളിയാണെന്ന് ചമഞ്ഞ് നാട്ടിൽ പ്രസിദ്ധനായി നടക്കാൻ വേണ്ട അല്ല. ഇന്ന് നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്നൊരു ചോദ്യം ഇന്ന് രാത്രി വിളിച്ചു ചോദിക്കാൻ ആത്മനിയോഗത്താൽ ഞാൻ ചോദിക്കുന്നു. സ്തോത്രം. അപ്പൊ അങ്ങനെ പാപത്തിന് ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്നവനെ കൊല്ലണം. കാരണം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, തന്നെ ഉണ്ടാക്കിയവനെ അറിയാൻ ബുദ്ധിയില്ല. എന്തിനുണ്ടാക്കിയെന്നറിയില്ല, ബാക്കിയെല്ലാം അറിയണം. ഞാൻ പറഞ്ഞില്ലേ, ചന്ദ്രൻ അറിയണം, ചൊവ്വ അറിയണം, ഭൂമിയുടെ അടിത്തട്ടറിയണം, കല്ലറിയണം, മണ്ണറിയണം, എന്തോന്നെല്ലാം അറിയണം. അപ്പം അറിവില്ലാഞ്ഞിട്ടല്ലല്ലോ. തൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയാത്തതിൻ്റെ അത്രയും വലിയ തെറ്റ് വേറെ എന്താണ്? തന്നെ എന്തിനുണ്ടാക്കിയെന്ന് അറിയാൻ മേലാത്തതിൻ്റെ അത്രയും ഭയങ്കര തെറ്റ് വേറെ എന്തുണ്ട്? അതുകൊണ്ട് ദൈവത്തിൻ്റെ വിധി, പാപം ചെയ്ത് ദേഹി മരിക്കും. എല്ലാവർക്കും ഉള്ള വിധിയാണ്. ഇതിനകത്ത് ജാതിയും മതവും കുലവും ഒന്നുമില്ല. ദൈവത്തിന് ജാതി വ്യത്യാസം ഇല്ല. ദൈവം ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ ഉണ്ടാക്കി. അല്ല, ദൈവം പ്രത്യേകം ക്രിസ്ത്യാനി എന്നൊരു ജാതിയും ഹിന്ദു എന്നൊരു ജാതിയും മുസ്ലിം എന്നൊരു ജാതിയും സിഖ് മതക്കാരെന്നൊരു ജാതിയും ജൈന മതക്കാരൻ്റെ ജാതിയും ജാതി ഇല്ലാത്തൊരു വർഗവും അങ്ങനെ ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ദൈവം ഉണ്ടാക്കിയത് ഒരുവനെ ഉണ്ടാക്കി. അവൻ്റെ സന്താന പരമ്പരകളാണ് ഭൂമിയിലുള്ള സകല മനുഷ്യർ. ഈ നാട്ടിൽ ജീവിക്കുന്ന നാം മുഴുവനും സഹോദരങ്ങളാണ്. ഏത് മതക്കാരായാലും ഏത് കുലക്കാരായാലും ആദാം വഴി നാം മുഴുവൻ പേരും സഹോദരന്മാരാണ് എന്ന യാഥാർത്ഥ്യം മുഴുവൻ മനുഷ്യരും തിരിച്ചറിയേണ്ടതാണ്. മതവിദ്വേഷം, ജാതി വൈരാഗ്യം അങ്ങേയറ്റം കൊടികുത്തി വാഴുന്ന ഇക്കാലത്ത് ഈ സത്യം ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു. ഒരുവനിൽ നിന്ന് ദൈവം മനുഷ്യജാതിയെ ഉണ്ടാക്കി. പല അപ്പന്മാരില്ല, ഒരപ്പൻ, ഒറ്റ ഒരുത്തൻ. അവിടുത്തെ സന്താന പരമ്പരകളാണ് ഭൂമിയിലെ സകല മനുഷ്യരും. പാപത്തിൻ്റെ ശമ്പളം മരണം. അങ്ങനെ വരുമ്പോൾ എല്ലാവരെയും കൊല്ലണം. കാരണം നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. എല്ലാവരും പാപം ചെയ്തു, അപ്പോൾ എല്ലാവരെയും കൊല്ലണം. അപ്പോൾ പിന്നെ ഭൂമിയിലാരും ബാക്കിയില്ല. അതിന് ദൈവം വെച്ച വ്യവസ്ഥിതിയാണ്. അങ്ങനെ മനുഷ്യ നീ നശിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, നിനക്ക് പകരം
നിന്നെ കൊല്ലേണ്ടതാണ്, പക്ഷെ നിന്നെ കൊല്ലേണ്ടതിന് പകരം ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ രക്തം ചിന്തിയാൽ നിനക്ക് പകരം കൊല്ലപ്പെട്ടതായി പരിഗണിച്ച് നിൻ്റെ ആ കുറ്റം ക്ഷമിച്ചു തരാം. ഞാൻ എടുത്തു പറയുന്നു, ആ കുറ്റം ക്ഷമിച്ചു തരാം. ഓരോ തെറ്റ് ചെയ്യുന്നവനും അതിന് പരിഹാരം വരുത്തണമായിരുന്നു. ഓരോ തെറ്റിനും യാഗം കഴിക്കണമായിരുന്നു. എന്നാൽ ഈ സമുദായത്തിൻ്റെ ആണ്ടിലൊരിക്കലത്തെ ഈ പരിഹാരം ഒരാണ്ടിലെ പൊതുസഭ ചെയ്ത, വ്യക്തികൾ ചെയ്തതല്ല, പൊതുസഭയുടെ തെറ്റിൻ്റെ പരിഹാരമാണ്. അതിനാണ് ദിവസം വെച്ചിരുന്നത്. പക്ഷെ ആ ഒരു ജാതിക്ക് അത് കൊള്ളൂ, വേറെ ആർക്കും അത് ബാധകമല്ല. ആ കഴിഞ്ഞ ഒരാണ്ടിലെ തെറ്റ് ക്ഷമിച്ചു കിട്ടു. അടുത്ത ആണ്ടിലെ തെറ്റിന് ഇത് പോരാ, പിന്നെയും അതിന് യാഗം അർപ്പിക്കണം. പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ശക്തി ഈ യാഗങ്ങൾ കൊടുത്തില്ല, ഒരു മതത്തിലും കൊടുക്കുന്നില്ല. എന്നാൽ ഒരു ജാതിയുടേതല്ല, മുഴുവൻ ലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരം വരുത്താൻ യേശു ഭൂമിയിൽ വന്നു. യേശുവിടെ വലിയ ആളായി ജീവിക്കാൻ വന്നതല്ല, യേശുവിടെ മതം സ്ഥാപിക്കാൻ വന്നതല്ല, യേശു നേതാവായി ഭൂമിയിൽ താമസിക്കാൻ വന്ന ആളല്ല. തൻ്റെ ജീവനെ മറുവിലയായി പകരമായി മനുഷ്യർക്ക് വേണ്ടി അർപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് ജഡമെടുത്തു വന്ന വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവമായിരുന്നവൻ മനുഷ്യ ശരീരമെടുത്ത്, മനുഷ്യ ജഡമെടുത്ത് ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം ഒറ്റ മൃഗത്തിനും മനുഷ്യന്റെ പാപം പരിഹരിക്കാൻ പൂർണ്ണമായി കഴിയാതിരിക്കെ മുഴുവൻ ലോകത്തിനും വേണ്ടി ശക്തിയുള്ളൊരു യാഗം ഇല്ലാത്തത് നിമിത്തം ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും പര്യാപ്തമായ ഒരു യാഗം കഴിച്ച് ഒരു പാപപരിഹാരം വരുത്തി. ഒരു കാലത്തേക്ക് മാത്രമല്ല, എല്ലാ കാലത്തേക്കുമുള്ള ജനത്തിന് പാപപരിഹാരം വരുത്താൻ സ്വർഗത്തിൽ നിന്ന് ജഡമെടുത്ത് യേശു ഇറങ്ങി വന്നു. യേശു ജീവിച്ചു, യേശു പ്രവർത്തിച്ചു. മരിക്കാൻ വന്നവനെ യഹൂദന്മാർ പിടിച്ച് കുറ്റം ചുമത്തി അവസാനം ക്രൂശിച്ചു. കുറ്റം ചുമത്തിയെങ്കിലും ഒരു കുറ്റവും തെളിഞ്ഞില്ലെന്ന് മാത്രമല്ല, ന്യായാധിപൻ തെളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അങ്ങനെ തന്നെയാണ് വിധി. കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നല്ല വിധി. ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് കോടതി വിധിച്ച ശേഷം ജനത്തിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങി. കാരണം യഹൂദന്മാരുടെ ഇടയിലാണ് ഈ റോമൻ ഭരണാധികാരി ഭരണം നടത്തിയിരുന്നത്. അത് അവരുടെ നാടാണ്. അവിടെ അവരെ പ്രസാദിപ്പിച്ചെങ്കിൽ ഉദ്യോഗം തെറിപ്പിക്കും അവർ. അത് പറഞ്ഞ് വെരുട്ടി പീലാത്തോസിനെ. പീലാത്തോസ് വെരുണ്ടുപോയി. അങ്ങനെയാണ് പീലാത്തോസ് യേശുവിനെ കൊല്ലാൻ അനുമതി കൊടുത്തത്. പക്ഷേ അത് ക്രിസ്ത്യാനി ദുഃഖമാചരിക്കാനുള്ള ഒരു ആഴ്ചയല്ല, ആണ്ടുതോറും ദുഃഖിക്കാനുള്ള ആഴ്ചയല്ലത്. പിന്നെ നിങ്ങളുടെ ദുഃഖം എന്നേക്കുമായി തീർത്ത് നിത്യ സന്തോഷം തരാൻ, നിത്യരക്ഷ തരാൻ, നിത്യ വിടുതൽ തരാൻ ദൈവം ജഡത്തിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് പകരം മരിച്ചതാണ്. മരിച്ചത് കൊണ്ട് അവർ അവസാനിച്ചില്ല. 3-ാം ദിവസം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. മരിച്ചതിനാൽ പാപത്തിന് സ്ഥിരമായ പരിഹാരം ഉണ്ടായി. ഈ യാഗം ദൈവം അംഗീകരിച്ചു. ദൈവം പറഞ്ഞത് മതി, ഇനി വേറെ യാഗം പാടില്ല. അഖിലാണ്ടത്തിലെ ഒരു യാഗവും ഇന്ന് ദൈവം അംഗീകരിക്കില്ല. ഒരു യാഗവും, അത് മൃഗമാകട്ടെ, പക്ഷിയാകട്ടെ, മനുഷ്യനാകട്ടെ, ഒരു യാഗത്തെയും ഇന്ന് ദൈവം അംഗീകരിക്കില്ല. ദൈവം അംഗീകരിച്ച നിത്യമായ ഒരു യാഗമുണ്ട്, അത് മതിയായ യാഗം. ആ യാഗത്തിൽ അല്ലാതെ പാപപരിഹാരത്തിന് വേറൊരു വഴിയില്ല. ആ യാഗം പാപപരിഹാരം വരുത്തി സ്ഥിരപ്പെടുത്തി അത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു.
മതിയായ യാഗം. ആ യാഗത്താൽ പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് മാത്രമല്ല, പാപത്തിന് കാരണക്കാരനും പാപനിമിത്തം ശാപവും ദോഷവും മരണവും തകർച്ചയും കൊണ്ടുവന്ന പിശാചിനെ യേശുക്രിസ്തുവിന്റെ മരണത്താൽ പരാജയപ്പെടുത്തി യേശുക്രിസ്തു മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ ആ ജയം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. മനുഷ്യരെ മുഴുവൻ പാപത്തിൽ പിടിച്ചു വെച്ച പിശാച്, പാപത്തിന് അടിമയാക്കി വെച്ച പിശാച് യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മനുഷ്യനെ പാപത്തിൽ പിടിച്ചു വെക്കാൻ കഴിയാതെ അതിൻ്റെ ശക്തി ക്ഷയിച്ചു. വേറൊരു ബലം, പാപത്തെ ജയിക്കുന്ന ഒരു ബലം, ഏത് തിന്മയെയും ജയിക്കുന്ന ഒരു ബലം, എന്തൊരു ദുഷ്കർമ്മത്തെയും കീഴ്പ്പെടുത്തി അതിനുമേൽ ആധിപത്യമെടുക്കുന്ന ഒരു ശക്തി ഉണ്ടായി. അത് യേശുക്രിസ്തുവിൻ്റെ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ ശക്തിയാണ്. അത് തനിക്ക് വേണ്ടി മാത്രം വ്യാപരിക്കുന്നതല്ല, വിശ്വസിക്കുന്ന മനുഷ്യരിലേക്ക് ആ ശക്തി അയച്ചു കൊടുത്തിട്ട് ഈ അനുഭവം എനിക്കും കൂടെ വേണം എന്ന് വിളിച്ചു പറയുന്നവരാരോ, അതിന് സമർപ്പിച്ചു കൊടുക്കുന്നവരാരോ, അവരിലേക്ക് ഈ ശക്തി അയച്ചു കൊടുത്ത് അവരെ രൂപാന്തരപ്പെടുത്തി, പാപമേ ഇനി നിന്റെ പിന്നാലെ ഇല്ല, തിന്മയെ നിന്റെ പിന്നാലെ ഇല്ല, ദുഷ്ടതയെ നിന്റെ പിന്നാലെ ഇല്ല, പിശാചേ നിനക്കിനി എൻ്റെ മേൽ ആധിപത്യമില്ല, ദുർഭൂതങ്ങളെ ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലോ നിനക്കിനി ജയമില്ല, മന്ത്രവാദ ശക്തികളെ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ നിനക്ക് പ്രവേശനമില്ല, പതാള ശക്തികളെ നിങ്ങൾ ഒന്നിച്ചിളകി വന്നാലും നിങ്ങൾ ഭൂമിയിലെ മുഴുവൻ പിശാചി വെച്ച മുഴുചരക്കുകളെയും ഒരു ദിവസം കൊണ്ട് ഒറ്റ വാക്കുകൊണ്ട് അഴിച്ചു കളയാൻ യേശുക്രിസ്തു ജയമെടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി ദേശത്തോട് എനിക്ക് വിളിച്ചു പറയുവാനുള്ള ദൂത്, പിശാചിൻ്റെ എല്ലാ പദ്ധതികളെയും യേശു ജയിച്ചിരിക്കുന്നു. നിങ്ങളെ ദണ്ഡിപ്പിക്കുന്ന എല്ലാ ദണ്ഡനത്തിൻ്റെ മേലും യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാന നിമിത്തം ജയമുണ്ടായിരിക്കുന്നു. ഭൂതങ്ങൾ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി എനിക്ക് വിളിച്ചു പറയാം, ഈ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ആ ദുർഭൂത ശക്തികൾ ഏതുമാകട്ടെ ഇന്ന് രാത്രി കീഴടങ്ങും. ഇന്ന് രാത്രി ആയുധം വെച്ചിറങ്ങിപ്പോകും. ദണ്ഡിപ്പിക്കുന്ന ശക്തികളാണോ? തേടി വരുന്ന പാമ്പാണോ? മരണ സ്വപ്നത്തിൽ കൊണ്ടുവന്ന് ദണ്ഡിപ്പിച്ച് ബാധിക്കുന്ന ബാധകളാണോ? കുട്ടികളെ ഭീതിപ്പെടുത്തുന്ന ഭീതികളാണോ? പഠനമണ്ഡലത്തിൽ തകർച്ച വരുത്തിയിട്ടിരിക്കുന്ന ശക്തികളാണോ? തിന്മയ്ക്കും അശുദ്ധിക്കും പിള്ളേരെ പിടിച്ചുകൊണ്ടുപോയി മനുഷ്യനെ അടിമയാക്കുന്ന ശക്തിയാണോ? ഏതിൻ്റെ മേലും ജയമെടുത്ത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയതാണ് യേശുവിന്റെ മരണം. മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് അയ്യോ കഷ്ടം, യേശുവിനെ കൊന്നു എന്ന് കേൾക്കുമ്പോൾ അയ്യോ കഷ്ടം അല്ലേ? മരണം ഭൂമിയിൽ തോൽവിയല്ലേ ആളുകൾക്ക് പൊതുവെ? ആർക്കും ഇഷ്ടമല്ലല്ലോ മരിക്കാൻ, ജീവിച്ചങ്ങിരിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. അപ്പം മരണം കൊന്നു എന്നൊക്കെ കേട്ടാൽ തോൽവി എന്നേ ആളുകൾ ചിന്തിക്കുകയുള്ളൂ. ഈ സുവിശേഷം തന്നെ, സുവിശേഷത്തിൻ്റെ കാതലായ ദൂത് യേശുക്രിസ്തുവിൻ്റെ മരണമാണെന്നറിയോ? അങ്ങനെയാണ് വചനം പറയുന്നത്. പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പക്ഷെ കേവലം മരിച്ച ക്രിസ്തുവിനെ അല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ, മരിച്ചിട്ട് കർത്താവായി തീർന്ന ക്രിസ്തു, ആ കർത്താവായ യേശുവിനെ, യേശു തന്നെ കർത്താവ്. ഇതായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്രസംഗം. ആമേൻ. അപ്പം ആ ക്രൂശീകരണം, യേശുവിൻ്റെ മരണം, ഇതൊക്കെയാണ് പ്രസംഗിക്കുന്നത്. അപ്പം എല്ലാ വേദികളിലൊന്നും പ്രസംഗിക്കാറില്ല, അത് പ്രസംഗിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ജയം തരുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനവുമാണ്. അപ്പം അത് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എടുത്തു പറയുന്നു, ഓരോ ആണ്ടിലും ദുഃഖം ആചരിച്ചുകൊണ്ടിരിക്കാനല്ല എൻ്റെ ക്രിസ്തീയ സുഹൃത്തുക്കളെ. പിന്നെ ഇതെന്താണ്?
അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ടപ്പോ സ്വർഗത്തിലെ പാട്ട് കേട്ടോളൂ. കുഞ്ഞാടേ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. ആ കുഞ്ഞാടെന്ന പ്രയോഗം തന്നെ ഞാൻ പറഞ്ഞില്ലേ, പഴയ നിയമത്തിലെ ആ മൃഗം അറുക്കപ്പെട്ടതിന് സമമായി യേശു ക്രിസ്തു മരിക്കാൻ വന്നു എന്ന് പറയുന്നതായിരുന്നു ആ യാഗം. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതാണ് ലോകത്തിൽ. അങ്ങനെ പ്രശ്നമാണ്. ഞങ്ങൾ ഒരു യോഗത്തിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലൊന്ന് പോയി. ദൈവം പറഞ്ഞൊരു യോഗത്തിന് പോയാൽ ഭയങ്കര ആത്മശക്തിയുള്ള യോഗങ്ങൾ, ഭയങ്കര ആത്മശക്തി, പറയാൻ മേലാത്ത തരത്തിലുള്ള ആത്മശക്തി. ഒരു സെക്കൻഡ് നേരം ഒരു ശക്തി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ആ നട്ടൽ അന്നേരം അങ്ങ് സുഖമായി. ഒറ്റ സെക്കൻഡ് സുഖമായി എന്ന് വെറുതെ പറയല്ല, അപ്പം ശരീരത്തിൽ അറിഞ്ഞു. എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു, എനിക്ക് സുഖമായി. ഉടനെ പിശാചിൻ്റെ ശബ്ദം അടുത്ത് വന്ന് പറഞ്ഞു, ഇനിയും വരുമെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ തിരിച്ചു പറഞ്ഞു, വരില്ല എന്ന് പറഞ്ഞു. നീ മരിച്ചു. ആ മരണമാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം സാധിച്ചു തന്നത്. എൻ്റെ പാപം പോക്കിയത് എനിക്ക് പകരം യേശു മരിച്ചത് കൊണ്ടാണ്. എനിക്ക് ദൈവത്തിൻ്റെ പ്രവേശനം കൊണ്ട് കിട്ടിയത് എനിക്ക് പകരം യേശു മരിച്ചത് കൊണ്ടാണ്. ഇവിടെ നോക്കൂ, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ ഇതൊരു പണ്ടത്തെ പ്രയോഗമാണ്. യഹൂദന്മാരുടെ ഇടയിൽ നിലവിലിരുന്ന ഒരു പ്രയോഗമാണത്. ആ പ്രയോഗം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർക്ക് ഇടയ്ക്കൊക്കെ കുറേ തകർച്ചകളുണ്ടാവും. കാശില്ല, ഉള്ള കാശൊക്കെ തീർന്നു പോകും, ആ പാപ്പരാവും. എല്ലാവർക്കും പൈസ ചോന് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലല്ലോ. എല്ലാവരുടെയും കൈ കാശിരിക്കത്തുമില്ല. പണ്ടും അങ്ങനെ, ഇന്നും അങ്ങനെ. അപ്പം അങ്ങനെ കാശില്ലാതെ വന്നാൽ ശരിക്കും അവരങ്ങ് ക്ഷയിച്ചു പോകും. ക്ഷയിച്ചു പോയാൽ വസ്തു വിൽക്കും. ഉള്ള വസ്തു എല്ലാം വിറ്റോളെ. അങ്ങനെ വസ്തു വിറ്റ് പോയാൽ നമ്മുടെ വസ്തു പോലല്ല അവരുടെ വസ്തു. നമ്മുടെ വസ്തു ഒരിടത്ത് വിറ്റുമച്ച് വേറൊരിടത്ത് വെപ്പാം. ഇപ്പം പന്തളത്ത് വിറ്റുമച്ച് നിങ്ങൾ കോട്ടയത്ത് പോയേക്കാം, നിങ്ങൾ കോഴിക്കോട്ട് പോയേക്കാം, എവിടെയും പോയി താമസിക്കാം. ആന്ധ്രയിലും പോയി താമസിക്കാം, തമിഴ്നാട്ടിലും പോയി എവിടെയൊന്നും പോയി താമസിക്കാം, രാജ്യത്തും പോയി താമസിക്കാം. പക്ഷേ ഈ യഹൂദന്മാരുടെ വസ്തു ഒരാടേത് വേറൊരു കൈമാറ്റം ചെയ്യാൻ പാടില്ല. കാരണം ദൈവം അവർക്ക് കൊടുത്ത ഭൂമിയാണ്. കൃത്യം അത് ആ കുടുംബത്തിൻ്റെ കയ്യിലിരിക്കണം, കൈമാറ്റം ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ വന്നാൽ ഇവർ ഗതികെട്ടാൽ ഇപ്പം എന്നായും വിൽക്കും. വിറ്റാൽ അവർക്ക് പൈസ ഉണ്ടായാൽ ആ വസ്തു അവർക്ക് തിരിച്ചു വാങ്ങിക്കാം, കൊടുത്തേ വെക്കുള്ളൂ. ഞാൻ വാങ്ങിച്ചാൽ തരില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവരുടെ സംവിധാനം തിരിച്ചു കൊടുക്കണം. അവർ സ്വന്തക്കാരനൊരുത്തൻ, ഇയാൾക്ക് കാശില്ല, സ്വന്തക്കാരനൊരുത്തന് കാശുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ വില കൊടുത്ത് ഇദ്ദേഹത്തെ ആ വസ്തുവും വാങ്ങാം. അല്ല, അയക്ക് തന്നെ കാശുണ്ടായാൽ വാങ്ങാം, സ്വന്തക്കാരന് വാങ്ങാം. ഇനി ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ അവർക്കൊരു 50 വർഷം കൂടുമ്പോൾ ഒരു വലിയ പെരുന്നാളുണ്ട്. അന്നേരം നഷ്ടപ്പെട്ടു പോയതെല്ലാം ചുമ്മാ തിരിച്ചെടുക്കാം, പൈസയൊന്നും കൊടുക്കണ്ട. 50 വർഷം കാത്തിരിക്കണമെന്നേ ഉള്ളൂ. ആ 50-ാം വർഷം വരുമ്പോൾ 50 വർഷം കാത്തിരിക്കേണ്ട, ആ 50-ാം വർഷം അങ്ങനെ കണക്കുണ്ട്. അന്ന് അവർക്ക് തിരിച്ചു വാങ്ങിക്കാം. അപ്പം അങ്ങനെ തിരിച്ച് കിട്ടുന്നതിന് പറയുന്ന പേരാണ് ഈ വിലയ്ക്ക് വാങ്ങിയത്. അല്ല സാധാരണ കാര്യമല്ലേ ഈ പറയും. തമ്പികളല്ലേ ഇന്ന് 10 എണ്ണത്തിന് അടി കൊടുക്കണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരുന്നത്. അല്ലാതെ ബാക്കിയുള്ള ആളുകൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് ഭാര്യയ്ക്ക് 10 ഇടി കൊടുക്കണം എന്ന് പറഞ്ഞാണോ ആണുങ്ങൾ ആരെങ്കിലും എഴുന്നേറ്റ് വരുന്നത്? നന്നായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാണ് എഴുന്നേറ്റ് വരുന്നത്. ഇടി ഞാൻ അരിഷ്ട മനുഷ്യൻ, ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തെ സേവിക്കുന്നു, പക്ഷെ ശരീരം കൊണ്ട് കുഴപ്പം കാണിച്ചു പോകുന്നു. എൻ്റെ ശരീരവും ബുദ്ധിയും ഒരുമിച്ച് പോകുന്നില്ല. ഇത് തമ്മിൽ ഭയങ്കര മത്സരത്തിലാണ്, പോരാട്ടത്തിലാണ്. ഇതിനങ്ങോട്ട് ജയിക്കാൻ പറ്റുന്നില്ല. അവസാനം വാവിട്ട് നിലവിളിച്ച് പറയാൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ആരെന്നെ ഇതിൽ നിന്ന് വിടുവിക്കും? ഇത് ഭൂമിയിലെ മനുഷ്യൻ്റെ ചോദ്യമാണ്. അതിൽ നിന്ന് വിടുവിക്കാൻ ദൈവമുണ്ടാക്കിയ വഴിയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു.
ഇത് കേവലം തിന്മയല്ല, തിന്മയെ ഭരിക്കുന്ന പിശാചിൻ്റെ ചരക്കാണ്. മനുഷ്യനറിയാതെ തിന്മയുടെ കാരണക്കാരൻ ആ മനുഷ്യനെ ബാധിച്ചിരിക്കുകയാണ്. ആണിനെയും പെണ്ണിനെയും ബാധിച്ചിരിക്കുകയാണ്, കുട്ടികളെ ബാധിച്ചിരിക്കുകയാണ്, വൃദ്ധരെ ബാധിച്ചിരിക്കുകയാണ്, യൗവനക്കാരെ ബാധിച്ചിരിക്കുകയാണ്. അഖിലാണ്ടത്തിലെ സകല തെറ്റും തിന്മയുടെ കാരണക്കാരനായ പിശാചിൽ നിന്നാണ്. സകല പ്രവൃത്തികളും, അതിഭീകരപ്രവർത്തനമാകട്ടെ, കള്ളം പറയുന്നതാകട്ടെ, വ്യഭിചാരമാകട്ടെ, മോഷണമാകട്ടെ, മോഹമാകട്ടെ, ഏത് തരം തിന്മയും പിശാചിൽ നിന്നുണ്ടായി വരുന്നതാണ്. അതിൻ്റെ പിടിയിൽ നിന്ന് വിമുക്തരാകുകയാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. അതിന് വിടുവിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. ഈ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നൊരു വാക്യമുണ്ട്, 49-ാം സങ്കീർത്തനം, അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്, മരിക്കാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്, അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കില്ല. അതാണ് മനുഷ്യൻ്റെ പ്രഖ്യാപനം. ഭൂമി മുഴുവനുള്ള ചിന്ത അതാണ്. ഏത് മനുഷ്യൻ്റെയും ബോധം അതാണ്. ഇതിൽ നിന്നാണ് ഈ നിലവിളി, ഇതിൽ നിന്നാണ് ഇതിനു വേണ്ടി തിരക്കി സ്ഥലങ്ങൾ അന്വേഷിച്ച് ഓരോരോ സ്ഥലത്തേക്ക് പോകുന്നത്, ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിന് മോചനം വരുത്താനാണ്. പക്ഷേ ഇതിന് പരിഹാരം വരുത്താൻ ഒരു ഭയങ്കര ശക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലുള്ള ശക്തി അല്ലാതെ ഇതിന് വേറൊരു ശക്തി ഇല്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, പിശാചിൻ്റെ ശക്തികളെ തകർത്ത് അതിൻ്റെ സകല ബലത്തെയും കീഴടക്കിയ, ഇന്നും കീഴടക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. ആ നാമം അറിയാവുന്നവർ, ആ നാമത്തിൻ്റെ ശക്തിക്ക് ജീവിക്കുന്നവർ, പിശാചിനോട് കൽപ്പിക്കുന്ന കൽപ്പനകൾ അതനുസരിച്ചേ പറ്റൂ. പോകാൻ പറഞ്ഞാൽ അത് പോയേ പറ്റൂ. ഈ കോമ്പൗണ്ടിൽ കയറരുതെന്നവർ പറഞ്ഞാൽ അതിന് തക്കവണ്ണം അവരുടെ കോമ്പൗണ്ട് കാക്കുന്നവരാണത്. അവരുടെ ജീവിതം കാക്കുന്നവരാണ്. അവരുടെ മക്കളെപ്പോലും പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് മുദ്രയിട്ട് കാക്കുന്നവരാണവർ. മക്കൾ കോളേജിൽ പഠിക്കാൻ പോകുമ്പോഴും ആ വീട്ടിലെ അമ്മ അപ്പൻ പ്രത്യേക ആത്മമണ്ഡലത്തിൽ ജീവിച്ച് ദൂരെ പോകുന്ന മക്കളെ ഈ ആത്മമണ്ഡലത്തിൻ്റെ മുദ്രയിൽ സൂക്ഷിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. അറിയില്ല എനിക്ക്. ഓ ജീസസ്. ഇന്ന് രാത്രി വിശ്വാസികളോടും ഞാൻ പറയുന്നു, പാസ്റ്റർമാരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ചിലതിനെ പാപം ചെയ്യിക്കാൻ, തെറ്റിലേക്ക് കൊണ്ടുപോകാൻ, വേണ്ടാത്ത പ്രേമബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, ഈവൻ കല്യാണം കഴിഞ്ഞവരെ പോലും കുടുംബജീവിതത്തിന് തകർച്ച വരുത്തി വേറെ ചിലരുമായി ഓടിപ്പോകാൻ ഇന്നത്തെ ലോകത്തിൽ വ്യാപകമായ പൈശാചിക ശക്തികൾ പല മണ്ഡലങ്ങളിലൂടെ, ഇന്നത്തെ ഇൻ്റർനെറ്റിലൂടെ, ഓരോരോ തരത്തിലൂടെ വ്യാപരിക്കുന്നതിൻ്റെ നടുവിൽ അറിയണം, വീട്ടിൽ ആത്മമണ്ഡലം ഉണ്ടാക്കുന്നവർ, ഇയ്യോബിനെ പോലെ പ്രാർത്ഥനക്കാർ, മക്കൾ എവിടോട്ടെങ്കിലും പോയാൽ ഏതെങ്കിലും കാരണവശാൽ അവരുടെ ഹൃദയം അകന്നു പോയോ എന്ന് വിചാരിച്ച് ഉപവസിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, കേവലം പ്രാർത്ഥനയല്ല, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ അറിയാവുന്ന പ്രാർത്ഥനക്കാർ, അതിൻ്റെ കോട്ടകളെ തകർക്കാൻ അറിയാവുന്ന പ്രാർത്ഥനക്കാർ, നിങ്ങൾ ആ മണ്ഡലത്തിൽ പോയാൽ പിശാച് ഏതെല്ലാം തരത്തിൽ അതിൻ്റെ പദ്ധതികൾ കൊണ്ടുവന്നാലും അതിനെ ജയിക്കാൻ കഴിയില്ല. മക്കളെയെല്ലാം കണ്ണുമടച്ച് വിശ്വസിച്ച് പറഞ്ഞു വിടരുത്. ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മ ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ നടുവിൽ മക്കളെ കാക്കാൻ ആത്മലോകം ശ്രദ്ധിക്കണം, സഭാമണ്ഡലം ശ്രദ്ധിക്കണം. ഒരുപാട് തിന്മകൾ ഇന്നത്തെ ലോകത്തിൽ നടക്കുന്നത് അറിയണം. മക്കളെല്ലാം ചക്കരയാണെന്നും പറഞ്ഞിരിക്കരുത്. ചില മാതാപിതാക്കൾ അങ്ങനെയാണ്, എല്ലാം ചക്കരയാണ്. മക്കളെ സഭ തിരുത്തുന്നത് പലർക്കും ഇഷ്ടമല്ല. കുത്തഴിച്ചു വിട്ടിരിക്കുന്നവർ തലമുറ പലപ്പോഴും.
വീട്ടിലാകെ 1 or 2 ഉള്ളൂ. പണ്ടത്തെ കാലത്ത് പിള്ളേർ പലരുണ്ടായിരുന്നു, തമ്മിൽ തല്ലി ഒന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അന്ന് വളർത്താൻ വല്യപ്പൻ വീട്ടിലുണ്ടായിരുന്നു, വല്യമ്മ വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് ആരുടെയും കൂടെ താമസിക്കത്തില്ല. വല്യപ്പൻ്റെ കൂടെയും താമസിക്കുകയില്ല, വല്യമ്മയുടെ കൂടെയും താമസിക്കുകയില്ല, അമ്മയുടെ കൂടെയും താമസിക്കുകയില്ല. കല്യാണം കഴിക്കണം, അതിനും അപ്പുറത്തേക്ക് പോകണം. പിള്ളേരെ വളർത്താൻ അറിയാവോ? എവിടെ പാഠം പഠിച്ചു? പിള്ളേർക്ക് തോന്നുന്നതെല്ലാം ചെയ്തു കൊടുത്ത്, വാങ്ങിച്ചു കൊടുത്ത്, ശാസിക്കാതെ ശിക്ഷിക്കാതെ വളർത്തുന്ന ഇന്നത്തെ തലമുറ പോകുന്ന പോക്കെവിടെയാണ് എന്നൊന്ന് ശരിക്കും അന്വേഷിക്കണം. ആമേൻ. ഇച്ചിരി മുതിർന്നവരറിയണം, നിങ്ങൾക്ക് പിള്ളേരെ തീരെ അറിയില്ല. കാരണം പിള്ളേർക്കറിയാവുന്ന സൂത്രങ്ങൾ പലതും നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ തലയിലിരിക്കുന്ന പണ്ടത്തെ കുറേ ചരക്കുകളാണ്. ഇന്നത്തെ ചരക്ക് നിങ്ങൾക്കറിയില്ല, ആ ചരക്ക് ഈ പിള്ളേർക്കറിയാം. പിള്ളേർ കളിക്കുന്ന കളി നിങ്ങളുടെ ഇരിക്കെ നടക്കും, കാരണം നിങ്ങൾക്ക് മറ്റേ മണ്ഡലം അറിയില്ല. ആമേൻ. ചില കാര്യം ഞാൻ തുറന്ന് പറയാണ്, നിയോഗം ഉണ്ടായിട്ട് പറയാണ്, വെറുതെ പറയല്ല. ഹല്ലേലൂയ. ഇതിൽ പോകാതിരിക്കാൻ വശ്യമായ ഒരു ലോകം, ആരെയും സ്വാധീനിക്കുന്നൊരു ലോകം, വെറും സ്വാധീനമല്ല, സമ്മർദ്ദം കൊണ്ട് നിൽക്കാൻ മേലാത്തൊരു ലോകം, നിൽക്കാൻ മേലാത്തൊരു ലോകം. കഴിഞ്ഞൊരു ദിവസം ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഒരിടത്തൊന്ന് പോയി. ഒരു പെൺകുട്ടി പറയുന്ന കഥകൾ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തൊട്ട് പ്രേമക്കാർ പുറകെ നടക്കുകയാണ്. 5ാം ക്ലാസ്സിൽ തൊട്ട്. ഊഹിക്കാമോ? പണ്ടൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് തുടങ്ങുന്നത്. ഇതിപ്പോൾ പ്രൈമറി സ്കൂൾ അങ്ങോട്ട് കഴിയുമ്പോൾ തൊട്ട്, ആ പ്രൈമറി സ്കൂൾ തൊട്ട് തുടങ്ങിയിരിക്കുകയാണ്. ശല്യം സഹിക്കാൻ മേല. അവസാനം മന്ത്രം ചെയ്തുകൊണ്ട് കൊടുത്തു. കുട്ടിക്ക് തലവേദന, സഹിക്കാൻ മേലാത്ത തലവേദന, പല പ്രശ്നങ്ങൾ. ജീസസ് ജീസസ് ജീസസ്. അറിയണമേ, അറിയണമേ, യേശുവിൻ്റെ വിടുതലാണെന്ന് പറഞ്ഞു നടന്ന പോരാ. യേശുവിൻ്റെ വിടുതൽ ജീവിതത്തിൽ അനുഭവിക്കണം, കുടുംബത്തിൽ അനുഭവിക്കണം. മക്കളുടെ മേൽ ദുഷ്ടശത്രു തൊടാതെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ മുദ്രയിട്ട് അതിൻ്റെ സകല പ്രവൃത്തികളെയും ആത്മാവിൽ കാണുന്നവരായി അപ്പനും അമ്മയും ജീവിക്കണം. ഭൂമിയിലെ കാശും കണ്ട് ജീവിച്ചാൽ പോരാ, ഇവിടുത്തെ ആഡംബരം കണ്ട് ജീവിച്ചാൽ പോരാ, പിള്ളേർക്ക് തോന്നുന്ന ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്ത് ഇഷ്ടത്തിന് വിട്ടാൽ പോരാ. നിങ്ങളുടെ പിള്ളേർക്കെതിരെ ദുഷ്ടശക്തി നിൽക്കുന്നത് ആത്മാവിൽ കാണുന്ന അപ്പനും അമ്മയും വേണം. ആത്മമണ്ഡലത്തിലേക്ക് ജനം തിരിച്ചു വരണം. നിങ്ങളുടെ കാശിൻ്റെ പെരുപ്പവും നിങ്ങളുടെ വലിപ്പവും നിങ്ങളുടെ പൊങ്ങച്ചവും സഭയിലെ നിങ്ങളുടെ ഓരോ പരിപാടികളും ഇതും കൊണ്ട് പിശാചിന് പേടിയില്ല. പിശാച് നിങ്ങളെ വേട്ടയാടി, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും വേട്ടയാടി നടക്കുന്നിടത്ത് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ മണ്ഡലം എന്താണ് എന്ന് സഭ തിരിച്ചറിയണം, ജനം തിരിച്ചറിയണം. പാതാള ശക്തികൾ എവിടെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്താലും അന്ന് രാത്രി നിങ്ങളതറിയണം. അത് ആസൂത്രണം ചെയ്യുമ്പം നിങ്ങളറിയണം. നിങ്ങൾക്കതിന് ദർശനം ഉണ്ടാവണം, നിങ്ങൾക്കതിന് വെളിപ്പാടുണ്ടാവണം. രാത്രി ചുമ്മാ കിടന്നുറങ്ങിയാൽ പോരാ, അതിന് നടുവിൽ ആത്മാവിന് സംസാരിക്കണം. രാത്രി മാത്രമല്ല, പകൽ ഇരിക്കുന്ന ഇരിപ്പിൽ വെളിപ്പാട് ആത്മാവിന് തരാൻ മനസ്സുണ്ടെങ്കിൽ അതിന് തുറന്ന മനസ്സ് വേണം. അല്ലാതെ ലോകത്തിൻ്റെ ചരക്കും ഇതിൻ്റെ കാശും ഇതിൻ്റെ പൊങ്ങച്ചവും ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ അഹങ്കാരവും കൊണ്ട് നടന്നാൽ പിശാച് ചെയ്യുന്ന ബാധകളിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വഴിയുണ്ടാവില്ല. ഇന്ന് രാത്രി ആവർത്തിച്ച് പറയുന്നു, ഇതിൻ്റെ സകല പദ്ധതികളെയും കീഴടക്കുന്നൊരു മണ്ഡലത്തിൽ ആവർത്തിച്ചൊന്നുകൂടെ പറയുന്നു, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അറിയാവുന്നവരായി, പിശാചിൻ്റെ മേൽ ജയം അറിയാവുന്നവരായി, അതിൻ്റെ മുഴുവൻ ആസൂത്രണങ്ങളിൽ നിന്നും വിലക്ക് വാങ്ങിയവരായി, ഇനി അതിൻ്റെ ചരക്കുകൾക്ക് നിങ്ങളിലോ വീട്ടിലോ പ്രവേശനമില്ലാതെ അതിനെ അകറ്റി നിർത്തുന്ന ആത്മമണ്ഡലമുണ്ടാക്കുവാൻ ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി
ദൈവം ആവശ്യപ്പെടുന്ന ഒരു പാട്ട്, കുഞ്ഞാടേ നീ യോഗ്യൻ. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നത് യോഗ്യം. യോഗ്യം, യോഗ്യം. ഹല്ലേലൂയ. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ യേശുവിന്റെ കൂടെ പോയി സ്നാനമേൽക്കുന്നത് യോഗ്യം. നിങ്ങളുടെ പൊങ്ങച്ചം സമ്മതിക്കുന്നില്ലെങ്കിൽ യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റില്ല. വേറെ വല്ലവരുടെയും കൂടെ പോവാം. ദൈവത്തിന്റെ പുത്രനെങ്കിലും സകലത്തെ ഉണ്ടാക്കിയവനെങ്കിലും അവിടുത്തെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു. അവിടുന്ന് ആത്മാവിനെ പ്രാപിച്ചു. അവിടുന്ന് പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചു. ആ യേശുവിന്റെ അമ്മ ഉൾപ്പെടെ ആദിമസഭയിൽ കാത്തിരുന്ന് ആത്മാവിനെ പ്രാപിച്ചു. മതത്തിന്റെ ചടങ്ങിൽ കുടുങ്ങി യേശുവിന്റെ പിന്നാലെ പോകാനും ആത്മജീവിതത്തിന് തയ്യാറാകാനും പറ്റാതെ നിങ്ങളുടെ ദുരഭിമാനം നിങ്ങളെ ഈ മാർഗത്തിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയാൻ എനിക്ക് നിയോഗം. മനസ്സുണ്ടെങ്കിൽ പറയൂ, അറുക്കപ്പെട്ട കുഞ്ഞാടേ അങ്ങ് യോഗ്യൻ. നിങ്ങൾ സേവിക്കാൻ അവൻ യോഗ്യൻ. നിങ്ങൾ പിൻപറ്റുവാൻ അവൻ യോഗ്യൻ. നിങ്ങൾ സ്നാനമേൽക്കുവാൻ അവൻ യോഗ്യൻ. തന്നെ തന്നെ ത്യജിക്കുവാൻ അവൻ യോഗ്യൻ. സകലവും അവിടുത്തെ മുൻപായി അർപ്പിക്കാൻ അവൻ യോഗ്യൻ. ഇവിടെ അവിടുത്തെ മുമ്പാകെ സിംഹാസനങ്ങളിൽ ഇരുന്ന മൂപ്പന്മാരാണ് എഴുന്നേറ്റ് നിലത്ത് കവിണ്ണു വീണു. തലയിലിരുന്ന കിരീടങ്ങൾ അവിടുത്തെ പാദത്തിലിട്ടു. എന്നിട്ടാണ് വിളിച്ചു പറഞ്ഞത്, നീ യോഗ്യൻ. ചിലരുടെ തെളിച്ചു പറയുന്നു, ദൈവത്തെ കണ്ടാൽ, യേശുവിനെ ശരിക്കും കണ്ടാൽ, സിംഹാസനം നിങ്ങൾക്ക് കിട്ടിയ സ്ഥാനമല്ലേ, പദവിയല്ലേ, അതല്ലേ സിംഹാസനം പറയുന്നത്. നിങ്ങൾക്കത് കാശായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, നാട്ടിലെ ഏതാണ്ടൊക്കെ കേമായിരിക്കാം. യേശുവിൻ്റെ മുമ്പാകെ ഇത് വല്ലതും വിലപ്പോവോ? ഒന്ന് പറയാവോ? നിങ്ങളൊരു PhD എടുത്തിട്ടുണ്ട്, അല്ല 5 PhD എടുത്തൊന്നിരിക്കട്ടെ അങ്ങ് കൂടിയത്. ദൈവം ഉണ്ടാക്കിയ ഭൂമിയിലെ എന്തോ കാര്യം സ്വല്പം പഠിച്ചല്ലേ നിങ്ങൾ PhD എടുത്തത്. ഇതിനെ ഉണ്ടാക്കിയവനാണോ വലുത്? അത് ഇച്ചിരി പഠിച്ച നിങ്ങളാണോ വലുത്? ഇച്ചിരി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ തൊഴാൻ മടി, പിന്നെ വലിയ പുള്ളികളായിട്ട് വന്നിരിക്കണം, ദൈവം അവരെ സല്യൂട്ട് ചെയ്യണമെന്ന മട്ടിൽ. പിന്നെ പഠിച്ച കുഞ്ഞേ, ചെറുപ്പക്കാരാ, അല്ല ഇച്ചിരി മുതിർന്ന അച്ചായ, ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിദ്യാഭ്യാസം ഏതുമില്ല. ചില കാശായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ഞെളിയും, പിന്നെ മുട്ടുകുത്താൻ പറ്റില്ല, പിന്നെ സ്തോത്രം ചെയ്യാൻ പറ്റില്ല. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ നല്ല ഞെളിഞ്ഞ് മലന്നാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സ്വർഗത്തിലെ സംവിധാനം മുഴുവൻ പേരും മുട്ടുമേ നിലത്ത് വീഴുകയാണ്, വീണ് നമസ്കരിക്കുകയാണ്. അല്ലാതെ ഞെളിഞ്ഞിരിക്കുന്ന ഒരാൾ അവിടെ ഇല്ല. ആമേൻ, സ്തോത്രം. നിങ്ങൾ ഇച്ചിരി കാശല്ലേ പറയുന്നത്? നിങ്ങൾക്കാണോ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാശുള്ളത്? കാശുള്ള എത്ര മനുഷ്യർ ഭൂമിയിൽ വേറെയുണ്ട്. അവരാണ് വലിയ കാശുകാർ. പക്ഷേ മുഴു കാശും ദൈവത്തിൻ്റെ അല്ലേ? ഭൂമി ദൈവം ഉണ്ടാക്കിയതല്ലേ? ഇതിനകത്ത് സകല നിക്ഷേപവും ദൈവത്തിൻ്റെതല്ലേ? ആകാശം ദൈവത്തിൻ്റെതല്ലേ? അതിലെ സകല പക്ഷികളും ദൈവത്തിൻ്റെതല്ലേ? സമുദ്രം ദൈവത്തിൻ്റെതല്ലേ? അല്ല, ഇവിടുത്തെ മനുഷ്യന്റെ മുമ്പാകെ മുട്ടുകുത്തണ്ട, ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുകുത്തണ്ടേ? ആ പണം തന്നത് ദൈവമല്ലേ? ആരോഗ്യം തന്നത് ദൈവമല്ലേ? സൗന്ദര്യമുണ്ടെങ്കിൽ നിഗളിക്കല്ലേ? നിനക്ക് സൗന്ദര്യം തന്നത് ദൈവമല്ലേ? പഠിക്കാൻ തല തന്നെങ്കിൽ ദൈവം തന്ന കൃപയല്ലേ? പരീക്ഷയുടെ തലേന്ന് തലവേദന അടിച്ചു പോയിരുന്നെങ്കിൽ നീ പഠിക്കുമായിരുന്നോ? ദൈവം കരുണ കാണിച്ചത് തന്നിരിക്കെ ഇത് മുഴുവനും മുമ്പിൽ നിലത്തിട്ടിട്ട്, കുഞ്ഞാടേ അങ്ങ് യോഗ്യൻ, അങ്ങ് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതിക്ക് യോഗ്യൻ, ബഹുമാനത്തിന് യോഗ്യൻ എന്ന് പറയേണ്ട സഭ ചടങ്ങായി.
ആമേൻ, ആമേൻ, ആമേൻ. ഭക്തിയില്ലാതെ വായും കൊണ്ട് വന്ന് എന്തൊക്കെയോ കസർത്ത് കാണിച്ച്, ആ കസർത്ത് പോലും ഇല്ലാതെ കുറേ പേര് വായും പൂട്ടി വന്നിരിക്കുന്ന ഇന്നത്തെ മണ്ഡലം ഇന്ന് രാത്രി വിളിച്ചു പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഞാൻ വിളിച്ചു പറയുന്നു, നിലമ്പാട് വീഴൂ, നിലമ്പാട് വീഴൂ. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കൂ. അവിടുന്ന് വലിയവൻ, അവിടുന്ന് യോഗ്യൻ. അവനെ കണ്ടിട്ട് അന്തരംഗത്തിൽ നിന്ന് ഇന്ന് രാത്രിയും ഏതു സമയത്തും വിളിച്ചു പറയുമെങ്കിൽ നിങ്ങൾക്ക് ക്രൂശിൻ്റെ ശക്തി അറിയാം, നിങ്ങൾക്ക് ആത്മാവിൻ്റെ ശക്തി അറിയാം. അതിൻ്റെ ജയമണ്ഡലം എവിടെയാണെന്നറിയാമോ? ഹോ, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ പൈസയുടെ പൊങ്ങച്ചോൻ പറഞ്ഞിരുന്നാൽ പിശാച് നിങ്ങളെ ഇട്ട് ഇടിക്കും. അതേസമയം ആത്മശക്തിയിൽ ജീവിക്കുന്നവനെ, അതെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുഴുവൻ മന്ത്രവാദിയം കൊണ്ട് മന്ത്രവാദം ചെയ്താലും ഒരു തരി ഏക്കില്ല അവരുടെ മേത്ത്. അങ്ങനെ ജീവിക്കുന്നൊരാത്മമണ്ഡലമുണ്ടെന്നേ, ആത്മമണ്ഡലമുണ്ട്, ആത്മമണ്ഡലമുണ്ട്. ഇന്ന് രാത്രി ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, യേശു ജയിച്ചിരിക്കുന്നു. ദേശത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, യേശു ജയിച്ചിരിക്കുന്നു. അത് ലോകം ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ ഒരു ദിവസം ഔദ്യോഗികമായി മേളിൽ നിന്ന് വിളിച്ചു പറയും. സകല മനുഷ്യരും കേൾക്ക വിളിച്ചു പറയും. ലോകം അത് കേൾക്കും, സകലരും അത് കേൾക്കും. എല്ലാ വായും അന്നേറ്റു പറയേണ്ടി വരും, യേശു ക്രിസ്തു കർത്താവ്. ഈ വചനം കേൾക്കുന്ന ക്രിസ്ത്യാനിയാകട്ടെ, അക്രൈസ്തവരാകട്ടെ, ഏത് പള്ളിക്കാരാകട്ടെ, പെന്തിക്കോസുകാരാകട്ടെ, ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുള്ള ദൂത്, യേശു ജയിച്ചിരിക്കുന്നു, യേശു ആധിപത്യം എടുത്തിരിക്കുന്നു, യേശു രാജാവായി വരാൻ പോകുന്നു. വിശ്വാസത്താൽ കണ്ടുകൊണ്ട് എന്ന് വിളിച്ചു പറയാൻ കഴിയണം, കുഞ്ഞാടേ നീ യോഗ്യൻ.